ഒന്ന് ഷെയർ ചെയ്യാന്നാണ് ഏറ്റിരുന്നത്. ശരിക്കും ഇന്ന് എക്സാക്ട്‌ലി ഇന്ന് ബർത്ത്ഡേക്ക് തന്നെ ഷെയർ ചെയ്യാൻ സാധിച്ചത് വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നു. ശരിക്കും ഞാനത് എന്നോട് നേരത്തെ പറഞ്ഞായിരുന്നു. പിന്നെ എൻ്റെ ഒരു ഡ്യൂട്ടി ഇന്ന് വരുമോ എന്ന് എനിക്കൊരു ഒരു സംശയം ഉണ്ടായിരുന്നു. ഏതായാലും ആഹ് എല്ലാം ഭംഗിയായിട്ട് തന്നെ ഇന്ന് ഷെയർ ചെയ്യാനുള്ള ഒരു സാഹചര്യം കിട്ടി. ഏഹ് ഏഹ് ഞാന് എല്ലാ ദിവസവും ഈ മീറ്റിങ്ങിൽ കയറാറില്ലെങ്കിലും ഞാന് കൊ കുറച്ച് നാളായിട്ടാണ് ശരിക്കും ഈ സമയത്തുള്ള ഈ മീറ്റിങ്ങുകളിൽ കയറാൻ സാധിക്കാത്തത്. ആഹ് അല്ലെങ്കിലും എൻ്റെ ഓൺലൈൻ ഹോം ഗ്രൂപ്പായിട്ട് തന്നെ കാണുന്ന ഒരു ഗ്രൂപ്പാണ് മിഡ് നൈറ്റ് സ്റ്റാർസ്. ഞാൻ പലപ്പോഴും പണ്ടൊക്കെ നേരത്തെ എല്ലാ മിക്ക ദിവസങ്ങളിലും പങ്കെടുത്തിരുന്നു. പക്ഷേ ഇപ്പൊ അടുത്ത കാലത്തായിട്ട് ഈ സമയത്തുള്ള ഡ്യൂട്ടിയുടെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് പങ്കെടുക്കാത്തത്. ഏതായാലും അതൊരു നഷ്ടം തന്നെയാണ്. ഒരുപാട് കാര്യങ്ങള് ചിലപ്പോൾ ഒരുപാട് നല്ല ഷെയറിങ്ങുകള്, റെക്കോർഡിങ്ങുകൾ കിട്ടാറുണ്ടെങ്കിലും നേരിട്ട് കേൾക്കാൻ സാധിക്കാത്ത അവസ്ഥകളും വരാറുണ്ട്. അതുപോലെ ഡിസ്കഷൻസിലൊന്നും പങ്കെടുക്കാൻ സാധിക്കാത്ത അവസ്ഥകൾ വരാറുണ്ട്. ഏതായാലും അതിന് ഗ്രൂപ്പ് അംഗങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. ഞാൻ ഞാൻ ഷെയറിങ്ങിലോട്ട് കിടക്കാം. ഇന്ന് ദൈവാനുഗ്രഹത്താൽ 9 വർഷം പൂർത്തിയാക്കാൻ സാധിച്ചു. ശരിക്കും വർഷങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഏജ് ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്ന് പറയുന്ന പോലെ വർഷങ്ങൾക്ക് വലിയ കാര്യങ്ങളൊന്നും വലിയ പ്രസക്തിയില്ല. കാരണം ഞാനും ശരിക്കും ഒരു ഒരു വളരെ കഷ്ടപ്പെട്ട ഒരു കുടിയൻ തന്നെയാണ്. ശരിക്കും ആ ഒരു ദിവസം തന്നെയാണ് ഇന്നും ഒരു സോബർട്ടി ഒരു ദിവസം കുടിക്കാണ്ടിരിക്കുക എന്നുള്ള ആ ഒരു ഒരു ആപ്തവാക്യത്തിൽ തന്നെയാണ് ശരിക്കും എനിക്ക് ഇത്രയും സാധിച്ചത്. പക്ഷെ അതൊരു ലാഘവം ഒരു ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിലായിരുന്നത് കൊണ്ട് മാത്രം വലിയൊരു കഠിന ശ്രമമായിരുന്നില്ല എന്ന് മാത്രം. ഈ പ്രോഗ്രാം അതിനെ സഹായിച്ചത് കൊണ്ടാണ് ഇത്രയും ഈ പ്രോഗ്രാമിലൂടെ സഞ്ചരിക്കുന്ന ഓരോ വ്യക്തികളും എന്നെ ഒരുപാട് അതിന് സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇന്ന് ഇത് സാധിച്ചത്. അതിന് പ്രത്യേകിച്ച് ഈ പ്രോഗ്രാമിനോട് നന്ദി പറയുന്നു. ഞാനും ഈ ഒരു സാധാരണ കുടുംബത്തില് വലിയ ഒരു കർഷക കുടുംബത്തിൽ തന്നെ ജനിച്ച ഒരു വ്യക്തിയാണ്. എൻ്റെ പിതാവ് ഒരു കർഷകനായിരുന്നു. അമ്മ ഒരു അധ്യാപികയായിരുന്നു. അങ്ങനെ ഞാൻ ആ കുടുംബത്തിലെ മൂത്തയാളാണ്. എനിക്കൊരു സഹോദരനേ ഉള്ളൂ. എന്നെക്കാൾ ഒരു വയസ്സ് എളുപ്പമുള്ളൂ. എന്നെക്കുറിച്ച് വ്യക്തിപരമായിട്ടും ഈ ഗ്രൂപ്പിലുള്ള മറ്റ് എല്ലാവർക്കും അറിയാവുന്നതാണ്. എൻ്റെ കൂടെ പഠിച്ച ബിബിനൊക്കെ എൻ്റെ കൂടെ പഠിച്ച വ്യക്തിയാണ്. അതുപോലെ തന്നെ മറ്റു പലരും വ്യക്തിപരമായിട്ട് എന്നെ അറിയാവുന്ന പലരും ഉണ്ട് ഈ ഗ്രൂപ്പില്. ഇപ്പൊ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. ഏഹ് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ ഒരു ആവറേജ് സ്റ്റുഡന്റ്, അല്ലാതെ വലിയ ഓവർ പെർഫോമർ ഒന്നും അല്ല. സാധാ ഒരു സ്റ്റുഡന്റ് ആയിട്ട് തന്നെ പഠിത്തമൊക്കെ പൂർത്തിയാക്കി. ശരിക്കും ഒരു 10, 16 വയസ്സുള്ളപ്പോൾ ആണ് ആദ്യമായിട്ട് എൻ്റെ ജീവിതത്തിൽ, അതിനു മുമ്പ് വീട്ടിൽ ഈ പനയൊക്കെ ചെത്തുമ്പോൾ വീതക്കള്ള് കിട്ടുക എന്ന് പറയുന്ന, അങ്ങനെ ഒന്നോ രണ്ടോ ഗ്ലാസ് കള്ളുകളൊക്കെ കുടിച്ച് വീട്ടിലറിയാണ്ടും അറിഞ്ഞുമൊക്കെ കുടിച്ചൊക്കെ ഇങ്ങനെ പോന്നു. പക്ഷെ ഒരു 10, 16 വയസ്സായി പയ്യെ മീശയൊക്കെ മുളയ്ക്കാൻ തുടങ്ങിയ കാലം, കോളേജ് ജീവിത കാലഘട്ടങ്ങളിലാണ് ആദ്യമായിട്ട് മദ്യം നുകർന്നത്. ശരിക്കും അന്ന് എനിക്ക് ആദ്യമായിട്ട് മദ്യം ഒഴിച്ചു തന്ന സുഹൃത്തുക്കള് ഇന്നും അവരെന്റെ സുഹൃത്തുക്കളാണെന്ന്. ഭാഗ്യവശാൽ അവരെല്ലാം സോഷ്യൽ ഡ്രിങ്കേഴ്സായി തുടർന്നു. എന്നാല് എന്റെ ജീവിതം അങ്ങനെയായിരുന്നില്ല. ഏതായാലും കോളേജ് കാലഘട്ടം, പ്ലസ് ടു, പ്രീ ഡിഗ്രി കാലഘട്ടങ്ങളില് ഉള്ള മദ്യപാനത്തിന് ശേഷം എന്റെ ജീവിതം കർണാടകയിലോട്ട് പറിച്ചു നട്ടു. കാരണം ഞാൻ പഠിച്ചത് നഴ്സിംഗാണ്. അപ്പൊ നഴ്സിംഗ് പഠനമായിട്ട് കർണാടകയിലോട്ട് പോയി. അവിടെ ഉള്ള ജീവിതം, അവിടെ വെച്ച് വീട്ടുകാരുടെ ഒരു നിയന്ത്രണം ഇല്ലാത്തൊരു സാഹചര്യം. കർണാടകത്തിലെ മദ്യം വിലക്കുറവും സുലഭവുമായി ലഭിക്കുന്ന സാഹചര്യങ്ങള്, ഏഹ് സമാന സ്വഭാവമുള്ള സുഹൃത്തുക്കളെ കൂടെ പഠിക്കാനുള്ള സാഹചര്യങ്ങള്, ഇതെല്ലാം വന്നപ്പോൾ മദ്യപാനം വീണ്ടും ജീവിതത്തിലോട്ട് കടന്നു വന്നു. പക്ഷേ അവിടെ വെച്ചും മദ്യപാനങ്ങൾ ഒരുപാട് തവണ മദ്യപിച്ചിരുന്നെങ്കിലും എന്റെ പഠിത്തത്തെയോ അല്ലെങ്കിൽ എന്റെ ജീവിതത്തെയോ ഉലക്കുന്ന രീതിയിലുള്ള ഒരു മദ്യപാനം അവിടെ വെച്ചും സംഭവിച്ചില്ല എന്നുള്ളതാണ് സത്യം. ഏതെങ്കിലും ബർത്ത്ഡേ പരിപാടികൾക്കും അതുപോലെ ഫംഗ്ഷനുകൾക്കൊക്കെ ഞങ്ങൾ മദ്യപിച്ചിരുന്നു. പക്ഷെ ഒരിക്കലും ഞങ്ങളുടെ പഠിത്തത്തെ അത് ബാധിച്ചില്ല. ബാധിച്ചില്ല എന്ന് പറയാൻ കാരണം ഞങ്ങള് എങ്ങനെയൊക്കെയോ പാസ്സായി എന്ന് പറയുന്നതാണ് ശരി. കാരണം പഠിത്തം പൂർത്തിയാക്കാൻ സാധിച്ചു. വേറെ അറ്റൻഡൻസിന്റെയോ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ കോഴ്സ് പൂർത്തിയാക്കാൻ സാധിച്ചു. അതിനുശേഷം ശരിക്കും സ്വന്തമായി ഒരു ജോലിയിലോട്ട്
ഏർപ്പെട്ടു. ആ ആദ്യമൊക്കെ ജോലി ചെയ്തത് കേരളത്തിന് പുറത്തായിരുന്നു. ഹൈദരാബാദ്, ഡൽഹി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്തു. അവിടെയും വെച്ച് മദ്യപിക്കുമായിരുന്നെങ്കിലും മദ്യപാനം ഒരുപാട് സ്വാധീനിച്ചിരുന്നില്ല. അല്ലെങ്കിൽ മദ്യത്തിന്റെ ഒരു മദ്യം എന്ന രോഗത്തിന് അടിമപ്പെട്ടില്ലായിരുന്നു എന്ന് പറയുന്നതാണ് ശരി. ശമ്പളം കിട്ടുമ്പോഴോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലൊക്കെ മദ്യപിക്കുന്ന ഒരു രീതി. പക്ഷേ ഏഹ്, പിന്നീട് ഞാൻ നാട്ടിൽ തന്നെ എൻ്റെ വീടിനോട് ചേർന്നുള്ള ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് ചേർന്നു. അവിടെ വെച്ചാണ് ശരിക്കും ഒരു സ്ഥിരം മദ്യപാനിയായി മാറിയത് എന്ന് പറയാൻ എന്ന് എനിക്ക് തോന്നുന്നു. ഒരു 24, 23, 24 വയസ്സുള്ളപ്പോൾ തന്നെ ശരിക്കും പറഞ്ഞാല് ഞാൻ മിക്ക ദിവസവും മദ്യപിക്കുന്ന ഒരു വ്യക്തി. വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് ഒരു ഒരു പൈന്റൊക്കെ കഴിക്കുന്ന ഒരു രീതിയിലോട്ട് എൻ്റെ ജീവിതം മാറി. മറ്റു ഉത്തരവാദിത്തങ്ങളില്ലാത്തത് കൊണ്ടും ഞാൻ പറഞ്ഞ പോലെ വീട്ടില് വേറെ സഹോദരിമാരെ കെട്ടിച്ചയക്കാനോ അങ്ങനെയുള്ള ഒരു ഉത്തരവാദിത്തങ്ങളൊന്നും എനിക്കില്ലാത്തത് കൊണ്ടും വീട്ടിലെ ഇപ്പൊ മാതാപിതാക്കൾ ഉദാരമനസ്കരായതുകൊണ്ട് ശരിക്കും അവര് പറഞ്ഞിരുന്നു, "നിന്റെ കാര്യങ്ങൾ നോക്കുക. അതിന്റെ ശമ്പളം കൊണ്ട് അങ്ങനെ നോക്കാൻ ശ്രമിക്കുക" എന്നൊക്കെ അവര് പറഞ്ഞതുകൊണ്ട് വീട്ടിൽ പൈസ കൊടുക്കേണ്ട ഒരു സാഹചര്യം വരാത്തത് കൊണ്ടും ഞാൻ എനിക്ക് കിട്ടുന്ന വരുമാനം മുഴുവൻ മദ്യപിക്കാൻ വേണ്ടി തന്നെയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ അതായത് 24, 25 വയസ്സായപ്പോഴത്തേക്കും ഞാനൊരു അത്യാവശ്യം നല്ലൊരു മദ്യപാനി തന്നെയായി മാറി. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ തന്നെ ഞാനൊരു കുടിയൻ ഒരു മദ്യപാനിയാണ്. അല്ലെങ്കിൽ അവിടെ പലപ്പോഴും അവിടെ ഒരു കോമാളിയായിട്ട്, ഒരു മദ്യപിക്കുന്ന ഒരാളായിട്ട് പല ഡോക്ടേഴ്സിന്റെ ഇടയ്ക്കും ഇപ്പൊ ഈ ജോലി ഇതായതുകൊണ്ട് ഇപ്പൊ സഹപ്രവർത്തകരായ ഡോക്ടേഴ്സ് ഉണ്ടാവും. അല്ലെങ്കിൽ സീനിയേഴ്സായ വേറെ മെഡിക്കൽ പ്രൊഫഷനിലുള്ള വേറെ ആൾക്കാരുണ്ടാവും. അവരുടെയൊക്കെ മുമ്പിലൊക്കെ ശരിക്കും മദ്യപാനിയായിട്ട് തന്നെയാണ് എന്നെ ചിത്രീകരിച്ചത്. ചിത്രീകരിച്ചതല്ല, ഞാൻ ശരിക്കും ഒരു മദ്യപാനിയായിരുന്നു എന്ന് പറയുന്നതാണ് ശരി. ആ സമയങ്ങൾ തൊട്ട് തന്നെ ഞാന് എന്റെ ഒരു ആഗ്രഹമായിരുന്നു ഞാന് എങ്ങനെയെങ്കിലും ഒരു ഒരു യൂറോപ്യൻ കൺട്രി, ഒരു വെസ്റ്റേൺ കൺട്രിയിലോട്ട് പോവുക. അതിനുവേണ്ടി സത്യം പറഞ്ഞാല് എനിക്ക് എപ്പോഴും കുറുക്കുവഴികളായിരുന്നു താല്പര്യം. സ്വന്തമായി പഠിച്ച് അല്ലെങ്കിൽ സ്വന്തമായി പഠിച്ച് പുറത്ത് വിദേശത്തൊക്കെ ജോലി മേടിക്കുക എന്നുള്ള ആ സ്വപ്നങ്ങളൊക്കെ ഞാൻ ആദ്യമേ തന്നെ ഉപേക്ഷിച്ചിരുന്നു. എനിക്ക് എന്റെ ലക്ഷ്യം ഒരു വിവാഹം കഴിച്ച് അവിടെയുള്ള പുറത്തുള്ള ഒരു ജോലിയുള്ള ഒരു പെണ്ണിനെ കെട്ടി ഇങ്ങോട്ട് പോരുക. അങ്ങനെയുള്ളൊരു ഒരു ആഗ്രഹത്തോടെയായിരുന്നു എന്റെ പ്ലാനുകൾ. അതിനനുസരിച്ചായിരുന്നു ഞാൻ എന്റെ കല്യാണാലോചനകൾ വരെ ഞാൻ നടത്തിക്കൊണ്ടിരുന്നത് അങ്ങനെയായിരുന്നു. ഏതായാലും എന്റെ വിവാഹാലോചനകൾ അന്ന് തന്നെ ദയനീയമായി മുടങ്ങിയിരുന്നു. കാരണം എന്റെ കുടി എന്റെ എന്റെ കുടിയെ പറ്റിയുള്ള കാര്യങ്ങള്, വിവരങ്ങളെല്ലാം ആ ആശുപത്രിയിലും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും പാട്ടായതുകൊണ്ട് എന്റെ കല്യാണങ്ങൾ അന്നേ ദയനീയമായി മുടങ്ങിയിരുന്നു. കാരണം എന്നെക്കുറിച്ച് ആരെങ്കിലും ഒരഭിപ്രായം ആ ആശുപത്രിയിലെ ആരോടെങ്കിലും, അവിടെ ജോലി ചെയ്യുന്ന ആരോടെങ്കിലും ചോദിച്ചാൽ അവൻ ഭയങ്കര കുടിയനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല ആലോചനകളും പല ഇപ്പൊ വിദേശത്തുള്ള യുവതികളുടെ ആലോചനകൾ വന്നപ്പോഴൊക്കെ അതൊക്കെ പലപ്പോഴും മുടങ്ങിയിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ എന്നെ ഒരുപാട് വീണ്ടും വീണ്ടും കുടിയിലോട്ട് എന്നെ കൊണ്ടുപോയി ചാടിക്കുകയാണ് ചെയ്തത്. ആ ദേഷ്യം, ആ വെറുപ്പ്, പലരോടും മുടക്കിയവരോടുള്ള ദേഷ്യം, അങ്ങനെയൊക്കെ അറിയുമ്പോൾ അവരോടുള്ള വഴക്ക്, അങ്ങനെയൊക്കെ ആയിട്ട് വീണ്ടും വീണ്ടും കുടി തന്നെ വളരെ ദയനീയമായി തുടർന്നു. 2007 കാലഘട്ടമൊക്കെ ആയപ്പോഴത്തേക്കും ശരിക്കും എനിക്ക് എന്തോ ഒരു ഒരു ഇതുകൊണ്ട് എനിക്ക് സൗദി അറേബ്യയിലോട്ട് പോകാനുള്ള ഒരു അവസരം കിട്ടി. ഞാൻ സത്യം പറഞ്ഞാൽ സൗദി അറേബ്യയിലോട്ട് പോകാൻ ഒട്ടും താല്പര്യമില്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. കാരണം സൗദി അറേബ്യ എന്ന രാജ്യത്ത് മദ്യമില്ലെന്ന് എനിക്കറിയാം. ഒരു ഒരു സത്യം പറഞ്ഞാല് ഏഹ് ഏഹ് മദ്യം കഴിക്കുന്നവർ വരെ ശിക്ഷിക്കപ്പെടുന്ന ഒരു രാജ്യം. ആ രാജ്യത്ത് പോകാൻ ഞാൻ ഒട്ടും ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേ ഈശ്വരൻ എന്നെ എത്തിച്ചത് സൗദി അറേബ്യയിലാണ്. പക്ഷേ സൗദി അറേബ്യ എന്ന രാജ്യത്ത് പോലും ശരിക്കും പറഞ്ഞാല് മദ്യ മദ്യപിച്ച് തന്നെ തുടരുവാനാണ് ശരിക്കും അവിടെയും എനിക്ക് സാഹചര്യം കിട്ടിയത്. അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ സുഹൃത്തുക്കൾ അതിന് പോന്നവരായിരുന്നു. ആ രാജ്യത്ത് ചെന്ന് എന്ന് ഞാൻ ആ രാജ്യത്ത് ചെന്നോ, 3ാമത്തെ ദിവസം തുടങ്ങി ഞാനവിടെ മദ്യം ലഭിക്കുവാനുള്ള സ്രോതസ്സുകൾ കണ്ടെത്തി. അവിടെയും മദ്യപിച്ചു തന്നെ മുന്നോട്ട് പോയി. ഏതായാലും എൻ്റെ ഈ മുടങ്ങിയ കല്യാണങ്ങളുടെ ഒരു കഥകൾ എനിക്കറിയാവുന്നത് കൊണ്ട് ഞാൻ പലപ്പോഴും
ആഹ് ശരിക്കും ഈ പിന്നീടുള്ള ലക്ഷ്യം കല്യാണം കഴിക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യം തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഈ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്ന സാഹചര്യങ്ങളിലൊക്കെ ഞാൻ കർണാടകയിൽ നിന്നൊക്കെ വരുമ്പോൾ ഞാൻ 1, 2 ബോട്ടിലൊക്കെ കൊണ്ടുവരുമായിരുന്നു. അപ്പൊ ആ ബോട്ടിൽ കൊണ്ടുവരുമ്പോൾ ഞാൻ എൻ്റെ അനിയൻ എന്നേക്കാൾ 1 വയസ്സ് എളപ്പമുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം അല്ലെങ്കില് എൻ്റെ എൻ്റെ പിതാവ് ഞങ്ങൾ 3 പേരും കൂടി ഈ മദ്യം കഴിക്കുന്ന ഒരു ശീലമൊക്കെ അന്നുണ്ടായിരുന്നു. തുടങ്ങിയായിരുന്നു പയ്യെ. അപ്പം എൻ്റെ അമ്മ അതിനൊക്കെ വളരെ എതിർപ്പായിരുന്നു. പക്ഷേ ഈ അനിയനും എൻ്റെ പിതാവൊക്കെ അതിനെ ചെറുതായിട്ടെങ്കിലും അവർ പ്രോത്സാഹിപ്പിച്ചിരുന്നു. കാരണം അവരൊന്നും ഈ സ് ഒരുപാട് കഴിക്കുന്ന വ്യക്തികളല്ലെങ്കിലും ഇങ്ങനെ വല്ലപ്പോഴും ഇങ്ങനെ കൊണ്ടുവരുമ്പോഴൊക്കെ അതൊക്കെ അവർക്കൊരു ഒരു ഒരു രസമായിരുന്നതുകൊണ്ട് അവരത് എതിർത്തിരുന്നില്ല. വിളിക്കുമ്പോൾ എന്നോട് പറയും, ഒരു കുപ്പി കൊണ്ടുവരെ" എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് കഴിക്കുമായിരുന്നു. പക്ഷെ അതിനൊക്കെ ശരിക്കും പറഞ്ഞാല് എൻ്റെ അമ്മ നല്ല 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 രീതിയിൽ വീട്ടില് മദ്യം കേറ്റുന്നതിനും, വീട്ടിലിരുന്ന് അപ്പനും മക്കളൊക്കെ ഒരുമിച്ച് കഴിക്കുന്നതിനോടൊക്കെ വളരെ എതിർപ്പുള്ള ഒരു സ്ത്രീയായിരുന്നു അവര്. അതുകൊണ്ട് അതിനെ അവര് ഭയങ്കരമായിട്ട് എതിർത്തിരുന്നു. എങ്കിലും ഞങ്ങളത് വകവെക്കാണ്ട് ഞങ്ങളാണല്ലോ മജോറിറ്റി. അതുകൊണ്ട് ഞങ്ങളത് ശരിക്കും അമ്മയുടെ വാക്കുകൾക്ക് പുല്ലുവില കൊടുത്ത് പലപ്പോഴും അത് ചെയ്തിരുന്നു എന്നത് ഒരു നഗ്ന സത്യമാണ്. ഏതായാലും അതിനുശേഷമാണ് കോഴ്സിന് ശേഷമുള്ള ജോലി പിന്നീട് സൗദിയിലോട്ട് പറിച്ചു നട്ടത്. അവിടെയും മദ്യം വളരെ സുലഭമായി ലഭിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോയി. ഈ സാഹചര്യത്തിൽ കല്യാണ ആലോചനകൾ വലിയ പ്രായമൊന്നും ആയിട്ടില്ല. 10, 27 വയസ്സ് ഒക്കെ ആവുന്ന സാഹചര്യത്തിൽ കല്യാണം ആലോചിക്കുന്ന വീണ്ടും സാഹചര്യങ്ങൾ വന്നു. അപ്പോൾ ഞാനൊരു കാര്യം തീരുമാനിച്ചു. ഏതായാലും ഞാൻ ആ നാട്ടില് ജോലി ചെയ്ത ആ ഹോസ്പിറ്റലിൽ ഞാൻ വർക്ക് ചെയ്ത കാര്യം പോലും ഞാൻ പറയാണ്ടാണ് പിന്നീടുള്ള കല്യാണാലോചന. കാരണം ആ ആ ഹോസ്പിറ്റലുള്ള ജില്ലയിലുള്ള അവിടെ തന്നെ അടുത്തുള്ള ഒരു ഒരു പെൺകുട്ടിയെയാണ് ഞാൻ വിവാഹം കഴിച്ചത്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ആ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തതെന്ന് ഞാൻ അവരോട് പറഞ്ഞിരുന്നില്ല. ഞാൻ ഡൽഹിയിലാണ് വർക്ക് ചെയ്തതെന്നൊക്കെ പറഞ്ഞാണ് ഞാൻ ശരിക്കും കല്യാണം കഴിച്ചത്. കാരണം അവിടെ അന്വേഷിച്ചാൽ ഉറപ്പായിട്ടും എനിക്ക് കല്യാണം നടക്കൂലാന്ന് എനിക്ക് നല്ല നല്ല ധാരണയുണ്ടായിരുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു നുണ പറഞ്ഞത്. ഏതായാലും ആ പെൺകുട്ടിയും സൗദിയിലായിരുന്നു ജോലി ചെയ്തത്. അങ്ങനെ അവരും ഈ അവധിക്ക് വന്നതായതുകൊണ്ട് കൂടുതലങ്ങ് അന്വേഷിച്ചില്ല. ഏതായാലും കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ശരിക്കും എനിക്ക് എനിക്കൊരു അമിത സ്വാതന്ത്ര്യം പോലെ. കാരണം എൻ്റെ ജീവിതത്തിൽ എന്നെങ്കിലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഞാൻ മദ്യപാനം ഇത്തിരി കുറച്ചിട്ടുണ്ടെങ്കിൽ അതെന്റെ സൗദിയിൽ നിന്ന് ഞാൻ ആ കല്യാണം കഴിക്കാൻ വേണ്ടി അവധിക്ക് വരുന്ന ആ ദിവസം. അന്നൊന്നും പെണ്ണ് ആലോചിച്ച് തുടങ്ങുന്ന നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് ആലോചനകൾ നടക്കുന്ന ആ സാഹചര്യങ്ങളിൽ മാത്രമാണ് ഞാൻ കുറച്ചെങ്കിലും മദ്യപാനം കുറച്ച ഒരു സാഹചര്യം. മറ്റുള്ളവരുടെ മുമ്പിലെങ്കിലും മദ്യപിക്കാത്ത നിന്ന ഒരു സാഹചര്യം ഉണ്ടായത് അന്ന് മാത്രമാണ്. ഏതായാലും ആ കല്യാണം കഴിച്ചതിന് ശേഷമുള്ള മദ്യപാനമാണ് ശരിക്കും വളരെ വളരെ നിയന്ത്രണാതീതമായി പോയത്. ഏതായാലും ഞാൻ കല്യാണം ഉറപ്പിച്ച ആ സാഹചര്യത്തിൽ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, "ഞാൻ ചെറുതായിട്ടൊക്കെ കഴിക്കും" എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരിക്കും ഭാര്യ പറഞ്ഞു, "കുഴപ്പമില്ല. കാരണം ഭാര്യയുടെ ആങ്ങളയും പിതാവൊക്കെ അവരൊക്കെ കഴിക്കുന്നതാണ്. എല്ലാവരും കഴിക്കുന്നതാണ്" എന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ കഴിക്കുന്നത് എങ്ങനെയാണെന്ന് കല്യാണത്തിന് ശേഷമാണ് ഭാര്യയ്ക്ക് മനസ്സിലായത്. ഏതായാലും കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞ ഒരു 3, 4 ദിവസങ്ങളാണ് ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാനുള്ള ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നത്. കാരണം ജോലിക്ക് പോവേണ്ടതായിട്ടുണ്ട്. എൻ്റെ ലീവ് തീർന്നിരുന്നു. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തിരിച്ചു പോകേണ്ടി വന്നു. ഭാര്യയും ഒരു 10, 15 ദിവസത്തിനോളം കഴിഞ്ഞ ശേഷം ഭാര്യയും ഭാര്യയുടെ ജോലി ഞങ്ങള് രണ്ടുപേരും സൗദിയിലായിരുന്നെങ്കിലും 2 സിറ്റികളിലായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ ജോലി സ്ഥലത്തോട്ട് പോയി. വലിയ കുഴപ്പമില്ലാത്തൊരു ജോലിയായിരുന്നു എനിക്കും എനിക്കും ഭാര്യയ്ക്കും അവിടെ ഉണ്ടായിരുന്നത്. ശരിക്കും അത്യാവശ്യം ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. നല്ല ശമ്പളം തെറ്റില്ലാത്ത ശമ്പളം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ മുന്നോട്ട് പോയി. പക്ഷേ ഏഹ് എന്റെ അല്ലെങ്കിൽ എന്റെ കുടിയോടുള്ള ആർത്തി ശരിക്കും പറഞ്ഞാൽ ആ ജോലി ഉപേക്ഷിക്കാൻ ഞാൻ നിർബന്ധിതനായി. മറ്റൊന്നുമല്ല, എനിക്ക് ശരിക്കും പറഞ്ഞാല് എനിക്ക് മദ്യം തന്നുകൊണ്ടിരുന്ന അന്നവിടെ മദ്യം തന്നുകൊണ്ടിരുന്ന ബൂട്ട്ലെഗ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരെ പോലീസ് പിടിക്കുകയോ അങ്ങനെ മദ്യം ലഭിക്കാനുള്ള സോഴ്സ് പെട്ടെന്ന് എനിക്ക് നഷ്ടപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായി. മാത്രമല്ല എനിക്ക് അന്ന് ചിന്തിച്ചപ്പോൾ ഭാര്യയ്ക്ക് ജോലിയുണ്ട്. അപ്പം നാട്ടിൽ പോയാലും
ഞാൻ പട്ടിണിയാവില്ല എന്നുള്ള ഒരു ചിന്ത എന്നെ ഭരിച്ചു. അത് മാത്രമല്ല എനിക്ക് വേറെ ഏതെങ്കിലും സ്ഥലത്തോട്ട് മാറണം. അതിനൊക്കെ മെയിനായിട്ട് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന കാരണം ഞങ്ങൾ 2 സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഒരുമിച്ച് ജോലി ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം. അങ്ങനെയൊക്കെയുള്ള കുറെ പ്ലാനുകളൊക്കെ മനസ്സിൽ പ്ലാനിട്ടാണ് ഞാൻ ഭാര്യനെ പറഞ്ഞ് കൺവിൻസ് ചെയ്തു. അതുകൊണ്ട് നാട്ടിൽ പോയി വേറെ വല്ലോ അങ്ങനെ IELTSO പോലുള്ള എന്തെങ്കിലും പരിപാടികൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ശരിക്കും പറഞ്ഞാല് ഞാൻ നല്ല ആ ജോലി ഉപേക്ഷിച്ച് ഞാൻ നാട്ടിലോട്ട് പോന്നു. നാട്ടിൽ പോന്നപ്പോൾ ഒരു 2, 3 വർഷം അവിടെ ജോലി ചെയ്തതിന്റെ കുറച്ച് പൈസയും കുറെ ക്ലിയറൻസ് കുറച്ച് എമൗണ്ടൊക്കെ കയ്യിലുണ്ട്. അതൊക്കെ ആയിട്ട് നാട്ടിൽ വന്നു. ഞാൻ ഭാര്യയ്ക്ക് ജോലിയുണ്ട്. അപ്പൊ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ IELTSO അതുപോലെ എന്തെങ്കിലുമൊക്കെ പഠിച്ച് പോവാന്നുള്ള രീതിയിലാ വന്നത്. പക്ഷെ അതിനൊന്നും ശ്രമിക്കാണ്ട് ഞാൻ വീണ്ടും മദ്യപിക്കുകയാണ് ചെയ്തത്. ശരിക്കും ഞാന് അപ്പോഴത്തേക്കും ഭാര്യയ്ക്കൊക്കെ ഏകദേശം മനസ്സിലായി എൻ്റെ ഒരു കുടിയുടെ രീതി. കാരണം കല്യാണം കഴിഞ്ഞ ആ 7 ദിവസത്തിനുള്ളിൽ തന്നെ ഭാര്യ എൻ്റെ കുടിയെപ്പറ്റി മനസ്സിലാക്കിയിരുന്നു. ഞാൻ ആ 7 ദിവസത്തിന് ശേഷം ഞാൻ ആദ്യം ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ നാട്ടിൽ തിരിച്ച് സൗദിക്ക് പോയ ആദ്യം കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ആ 7ാമത്തെ ദിവസം ഞാൻ സൗദിക്ക് പോയപ്പോൾ ഭാര്യ എൻ്റെ കയ്യിലൊരു ഡയറി തന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഭാര്യ എൻ്റെ അടുത്ത് പറഞ്ഞു, "ഈ ഡയറി അവിടെ ചെന്നിട്ടാ തുറന്ന് നോക്കാവുള്ളൂ" എന്ന് പറഞ്ഞു. ഞാന് സൗദിയിൽ വന്നതിന് ശേഷം ഇതുപോലെ എന്തോ കള്ള് കുടിച്ച് ഈ വീണ്ടും ഞാൻ ഈ ഭാര്യനെ വിളിച്ചപ്പോൾ ഭാര്യ എന്നോട് പറഞ്ഞു, "ഞാൻ തന്ന ആ ഡയറി ഒന്ന് തുറന്ന് വായിക്കാമോ" എന്ന് ചോദിച്ചു. 7ാമത്തെ ദിവസം ശരിക്കും കല്യാണം കഴിഞ്ഞ് ഒരാഴ്ചയെ ഞാൻ ഭാര്യയുടെ കൂടെ ജീവിച്ചിട്ടുള്ളൂ. അതിനുള്ളിൽ തന്ന ഡയറിയാണ്. അപ്പോൾ ആ ഡയറിയിൽ ഞാൻ കുറെ ഒരു 2, 3 പേജ് ഇങ്ങനെ സ്റ്റാപ്ലർ ചെയ്ത് ഇങ്ങനെ വെച്ചേക്കുന്ന ആ ഡയറി. ആ ഡയറി ഞാൻ തുറന്നു നോക്കിയപ്പോൾ ആ ഡയറിയില് പുള്ളിക്കാരത്തി എഴുതിയേക്കുന്നത് ശരിക്കും എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. ഞാൻ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയാണ് വിവാഹ ജീവിതത്തിലോട്ട് വന്നത്. ഭർത്താവ് കഴിക്കും അല്ലെങ്കിൽ മദ്യപിക്കുമെന്ന് ആദ്യമേ പറഞ്ഞിരുന്നു. പക്ഷേ ഏഹ്, ഈ ഒരാഴ്ചയുള്ള ജീവിതത്തിൽ തന്നെ എനിക്ക് മനസ്സിലായി, ഞാൻ പ്രതീക്ഷിച്ചതിലപ്പുറമായ ഒരു മദ്യപാനത്തിന്റെ മദ്യപാന രീതിയാണ്. ഏതായാലും അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഈ ബന്ധം ഇവിടെ അവസാനിപ്പിക്കാം. കാരണം ഇങ്ങനെ മദ്യപിക്കുന്ന ഒരാളുടെ കൂടെ മുന്നോട്ട് പോവാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റാർക്കും ഞാനോ നമ്മളൊരു ഭാരമാവാണ്ട് വീട്ടിലോ മറ്റാരോടോ പറയാണ്ട് നമുക്ക് തന്നെ മ്യൂച്വലായിട്ട് തന്നെ ഇത് നമുക്ക് ഡിവോഴ്സ് ആവാം. കാരണം അത് അവരുടെ വീട്ടിലോ എൻ്റെ വീട്ടിലോ ഒരു ബുദ്ധിമുട്ടാവാണ്ട് ആവാം എന്നുള്ള ഒരു രീതിയിലൊക്കെ ഒരു 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 ലെറ്ററാണ് ശരിക്കും അന്ന് ആ ഡയറിയാണ് ശരിക്കും എനിക്ക് തന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കിത് കേട്ടപ്പോൾ ദേഷ്യം വന്നു. ഞാൻ അവളെ വിളിച്ചിട്ട് എൻ്റെ ചീത്ത പറയുകയാ ചെയ്തത്. ഞാൻ പറഞ്ഞു, ആണുങ്ങളാവുമ്പോൾ കള്ള് കുടിക്കും അല്ലെങ്കിൽ തമ്മിത്തല്ല് ഉണ്ടാക്കും. ഇതൊക്കെ ആൺപിള്ളേർക്ക് പറഞ്ഞേക്കണ പരിപാടിയാണ്" എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവളെ ഈ ശരിക്കും അവളെ 2 ചീത്തയൊക്കെ പറഞ്ഞു. അന്നും ഞാൻ മദ്യത്തിലായിരുന്നു. ഏതായാലും അതിനുശേഷം പലപ്പോഴും പിന്നെ മദ്യപാനിയായ എനിക്ക് വാചകം അടിച്ച് അല്ലെങ്കിൽ അവളെ കൺവിൻസ് ചെയ്യാൻ വലിയ പാടൊന്നും ഉണ്ടായില്ല. "ഇനി കുടിക്കില്ല" എന്നുള്ള വാക്കുകള്. കാരണം അവള് വല്യ അന്ന് വല്യ കാര്യങ്ങൾ വല്യ ബോധമില്ലാത്തതായതുകൊണ്ട് അവൾ അതൊക്കെ അന്ന് കുറെ കാര്യങ്ങളിലൊക്കെ ശരിക്കും പറഞ്ഞാൽ അവളെ പറ്റിച്ചു എന്ന് പറയുന്നതാണ് ശരി. കാരണം ഞാൻ അവളോട് ചോദിച്ചു, "സൗദി അറേബ്യയിൽ മദ്യം കിട്ടുമോ?" എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ പലപ്പോഴും കുടിച്ചിട്ടൊക്കെ അവളെ സൗദി അറേബ്യയിൽ നിന്ന് വിളിക്കുമായിരുന്നു. അവിടുന്ന് വിളിക്കുമ്പോൾ അവള് ചോദിക്കും ശരിക്കും, ഈ എന്തോ ഇതെന്നാ ഇങ്ങനെ സംസാരിക്കുന്നത്, നാക്ക് കുഴയുന്നത് എന്താന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ചോദിക്കും, "സൗദിയിൽ മദ്യം കിട്ടുമോ?" എന്ന് ചോദിക്കുമ്പോൾ ആഹ് അവളുടെ വിവരം വെച്ച് അവൾക്ക് അവളുടെ വിചാരം സൗദി അറേബ്യ എന്ന രാജ്യത്ത് ഒരിക്കലും മദ്യം കിട്ടില്ല എന്നുള്ള ഒരു വിശ്വാസം അവൾക്കുണ്ടായിരുന്നു. പക്ഷേ പിന്നീടാണ് ആരൊക്കെയോ പറഞ്ഞു കൊടുത്തപ്പോഴാണ് ഇവിടെയും മദ്യം കിട്ടുമെന്നൊക്കെയുള്ള ഒരു സാഹചര്യം അവൾക്ക് മനസ്സിലായത്. ഏതായാലും എന്റെ ജോലി ഉപേക്ഷിച്ച് ഞാൻ നാട്ടിൽ പോന്നു. എന്റെ ഏറ്റവും വലിയ ലക്ഷ്യം ശരിക്കും പറഞ്ഞാല് ഞാന് കുടിക്കുക തന്നെയുള്ള ഒരു ലക്ഷ്യമായിരുന്നു. അത്രമാത്രം ആർത്തിയോടെയായിരുന്നു ആ നാട്ടിലോട്ട് വന്നത്. ശരിക്കും പറഞ്ഞാൽ ജോലി വിട്ടിട്ട് വരുന്ന ഒരു വ്യക്തിയുടെ ഒരു ഒരു വിഷമമോ ഇതൊന്നും അല്ല എന്റെ മനസ്സിൽ. എന്റെ മനസ്സിൽ ഇരട്ടി ശരിക്കും പറഞ്ഞാല് തുള്ളിച്ചാടുന്ന ഒരു 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 കുട്ടീനെ പോലെയാ ശരിക്കും അന്ന് ഞാൻ നാട്ടിൽ പോന്നത്. ആ നാട്ടിൽ ഉള്ള എന്റെ ജീവിതം ശരിക്കും പറഞ്ഞാല് കുത്തഴിഞ്ഞ ഒരു ജീവിതമായിരുന്നു. കാരണം കുറച്ച് അത്യാവശ്യം കുറച്ച് പൈസ അവിടുന്ന് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല വിവാഹം കഴിച്ചു. അതായിരുന്നു എന്റെ ജീവിതത്തിലുള്ള ഒരു ഒരു വെല്ലുവിളി. പെണ്ണ് കിട്ടില്ലാത്ത ഒരവസ്ഥ. ആ ആ
പ്രശ്നം പരിഹരിക്കപ്പെട്ടു. മറ്റു ഉത്തരവാദിത്തങ്ങളില്ല. അതുപോലെ തന്നെ വീട്ടില് വലിയ ഉത്തരവാദിത്തങ്ങൾ വേറെ ഇല്ല. ഇനിയുള്ളത് അനിയനേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നടന്നു പോകുന്നു. പുള്ളി അദ്ദേഹവും ഏകദേശം കല്യാണം കഴിക്കാനുള്ള ഉറപ്പിച്ച ഒരു രീതിയിലായി. അപ്പൊ അങ്ങനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ കൂടി വളരെ രാജകീയമായി തുടർന്നു. അന്നൊക്കെ ശരിക്കും പറഞ്ഞാല് കുറെ സുഹൃത്തുക്കളുണ്ട്. ഒരുപാട് സുഹൃത്തുക്കൾ, എണ്ണമറ്റ സുഹൃത്തുക്കളുണ്ട് നാട്ടിലെ പല ഭാഗത്തു നിന്നും, പല മേഖലകളിൽ ജോലി ചെയ്യുന്നവരുമായിട്ട് ഉള്ള സുഹൃത്തുക്കളുണ്ട്. ബാറിലൊക്കെ പോയാല് വളരെ രാജകീയമായിട്ട് നല്ല ടിപ്പ് കൊടുക്കും. സെർവ് ചെയ്യാൻ വന്ന ആളോട് പറയും, രണ്ടെണ്ണം കഴിച്ചോന്ന് അവരോട് പറയും. അങ്ങനെ വലിയ ആള് കളിച്ച് ശരിക്കും പറഞ്ഞാൽ വലിയ ആളാണെന്നുള്ള ഒരു 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 ഷോ ഓഫ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ജീവിതം. ഒരുമിച്ച് പോയാൽ ആരെയും കൊണ്ടും ബില്ല് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ തന്നെ ബില്ല് കൊടുക്കും. അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തു. ശരിക്കും പറഞ്ഞാല് ബ ഞാനൊക്കെ ബാറിൽ ചെല്ലുമ്പോ ശരിക്കും പറഞ്ഞാല് അവർക്കൊരു ചാകരയായിരുന്നു. ഏതോ ഒരു പൊട്ടൻ വന്നിട്ടുണ്ട് കുറച്ച് പൈസയായിട്ട്. അവനാണെങ്കില് ഭയങ്കര പൈസയൊക്കെ എടുത്ത് വീശുവാ എന്നൊക്കെ പറഞ്ഞുള്ള അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പം അവര് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ ഒരു 2, 4, 5 മാസം കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ കൊണ്ടുവന്ന പൈസയെല്ലാം തീർന്നു. ഞാൻ പതുക്കെ പതുക്കെ അന്നേരം ഒക്കെ ഭാര്യ ശരിക്കും പറഞ്ഞാൽ ഈ ഫോൺ വിളിക്കുമ്പോഴൊക്കെ ഭാര്യയ്ക്ക് ഞാനൊക്കെ ഒരു പെഗ് ഒറ്റ പെഗ് കഴിച്ചിട്ട് വിളിച്ചാ ഭാര്യയ്ക്ക് മനസ്സിലാവുമായിരുന്നു. അവൾ അന്ന് തൊട്ടേ പറയുമായിരുന്നു, ഇങ്ങനെ കാരണം ആദ്യമേ തന്നെ ലെറ്റർ ഈ ഡയറി എഴുതിയവള് എത്രമാത്രം പറയുമെന്ന് ഊഹിക്കാലോ. അത്രമാത്രം പറഞ്ഞു. അപ്പൊ ഞാൻ എങ്ങനെയോ അവളെയൊക്കെ കൺവിൻസ് ചെയ്ത് ഒക്കെ അങ്ങോട്ട് പോയി. അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഞാൻ നിന്റെ പൈസ കൊണ്ട് കുടിക്കുന്നില്ല. ഞാന് ഇന്നൊരിത് IELTS പഠിക്കാൻ ചേർന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇന്നത് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ. അല്ലെങ്കിൽ നീ എഴുത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആദ്യം പറയുന്നത് ഞാൻ അവളോട് എഴുതാനാ പറയുന്നത്. സത്യം പറഞ്ഞാല് അവള് സത്യം പറഞ്ഞാൽ എന്റെ ഭാര്യ അവിടെ വേറൊരു ജോലി, അവള് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനടുത്ത് മറ്റൊരു ഹോസ്പിറ്റലിലെ ജോലി എനിക്ക് ശരിയാക്കി. ഞാൻ പറഞ്ഞു, ഞാൻ സൗദിക്ക് ഇനി ഇല്ല. കാരണം എനിക്ക് സൗദിക്ക് പോകാൻ ഒട്ടും മടിയില്ലാത്ത ഒരു സാഹചര്യം. മാത്രമല്ല, കാരണം മദ്യമാണ് ഏറ്റവും വലിയ പ്രശ്നം. അല്ല, ഞാൻ ആ ജോലി പോലും അന്ന് ഓഫർ ചെയ്ത ആ ജോലി പോലും ഞാൻ വിട്ടിട്ട് ഞാൻ ചുമ്മാ നാട്ടിൽ കൂടെ നടക്കുന്ന ഒരവസ്ഥ, ചുമ്മാ കള്ളു കുടിച്ച് നടക്കുന്ന ഒരവസ്ഥ. അങ്ങനെ അങ്ങനെ കുറച്ച് നാൾ പോയി. അതിനുശേഷമാണ് ശരിക്കും ഇങ്ങനെ നാട്ടിൽ നിന്നാ പറ്റില്ല എന്ന് ഭാര്യയ്ക്ക് മനസ്സിലായതുകൊണ്ട് ഭാര്യ എന്നെ സ്റ്റുഡന്റ് വിസയ്ക്ക് UK വിട്ടു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഇംഗ്ലണ്ടിൽ കാലുകുത്തി. ഇംഗ്ലണ്ടിൽ വന്നതിന് ശേഷവും ഇതുപോലെ തന്നെയായിരുന്നു. ഇവിടെ മദ്യത്തിന് യാതൊരു പ്രശ്നവുമില്ലായിരുന്നു. വന്ന വഴി എന്തോ ഭാഗ്യം കൊണ്ട് വന്ന വഴി എനിക്കൊരു ജോലി കിട്ടി. ഞാൻ ഇവിടെയും ഇതുപോലെ തന്നെ പോയി. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും അന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെയുള്ള ബാച്ചിലേഴ്സിന്റെ കൂടെയാണ് ഞാൻ താമസിക്കുന്നത്. അപ്പൊ അവര് ശരിക്കും ഷെയറിങ് അക്കോമഡേഷൻ ആണ്. 4, 5 പേരോ കൂടി ഒരു വീടെടുക്കുന്ന ഒരു രീതി. അപ്പൊ ആ വീട്ടിലൊക്കെ ശരിക്കും പറഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ അവർക്കൊക്കെ ഞാനൊരു ഒരു ഒരു ശ- ഒരു ശല്യമായിരുന്നു. കാരണം എനിക്ക് അവരൊക്കെ ഒന്ന് 10, 22 വയസ്സുള്ള, 23, 22, 24 വയസ്സൊക്കെ ഉള്ള പിള്ളേര്. എനിക്കൊരു 10, 27 വയസ്സ്, 28 വയസ്സ്, അത്രയും പ്രായം. ആ സാഹചര്യത്തിൽ ഇപ്പൊ ഞാനായിരുന്നു അവരുടെ ഒരു സീനിയർ. പക്ഷെ ഞാനായിരുന്നു അവിടുത്തെ ഏറ്റവും കുത്തഴിഞ്ഞ വ്യക്തി. കാരണം എല്ലാ ദിവസവും കുടിക്കുന്ന ഒരവസ്ഥ. കുടിച്ചു കഴിഞ്ഞാല് ഞാന് ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാല് നാട്ടിൽ നിന്ന് തന്നെ ശരിക്കും പറഞ്ഞാല് നാട്ടിലെ കുടി കാരണം മാറ്റി നിർത്താൻ വേണ്ടിയാണ് ശരിക്കും എന്നെ ഇങ്ങോട്ട് കയറ്റി വിട്ടത്. എങ്ങനെയെങ്കിലും ഞാൻ രക്ഷപ്പെടട്ടെ എന്ന് ഓർത്ത്. അല്ല, ഇവിടെ വന്നിട്ടുള്ള കുടി പലപ്പോഴും അവർക്കൊരു അരോചകമായിരുന്നു. കാരണം ഞാൻ ചിലപ്പോൾ കുടിച്ചു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പം കുടിച്ച മുറി ഛർദ്ദിക്കുന്നു. ഇവിടെയൊക്കെ ഈ കാർപ്പറ്റാണ് മിക്ക വീടുകളൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അത് പ്രോപ്പറായിട്ട് ഷാംപൂയിങ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊരവസ്ഥ. അടുക്കളയിൽ ഛർദ്ദിക്കുക, അല്ലെങ്കിൽ ഗ്യാസ് കത്തിച്ചിട്ട് പാത്രം കത്തി പിടിക്കുക. അങ്ങനെയുള്ള പല രീതിയിലും ശരിക്കും വളരെ അതായത് എനിക്ക് ഓഫ് കിട്ടുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ കുടിച്ചിരിക്കും. ഒരു എക്സ്ട്രാ ഡ്യൂട്ടിക്ക് വിളിച്ചാൽ ഞാൻ പോകത്തില്ല. അല്ലെങ്കിൽ അതുപോലെയുള്ള കുടി. സ്റ്റുഡന്റ് വിസയ്ക്കാണ് വന്നത്. ക്ലാസ്സിൽ ശരിക്കും പോവില്ല. അങ്ങനെയുള്ള സാഹചര്യം. അങ്ങനെയൊക്കെ മുന്നോട്ട് പോയി. ഏതായാലും ഏഹ് ആ സമയത്ത് എനിക്ക് ഇവിടെ ഒരു ജോബ് ഓഫറൊക്കെ ശരിക്കും ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നിടത്തൊക്കെ ഒരു വർക്ക് പെർമിറ്റ് ഒക്കെ തരാൻ അവിടെയൊക്കെ അവര് ഇംപ്രസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം. അവര് പറഞ്ഞ പല കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. ഏതായാലും എൻ്റെ കൂടെ ഞാനൊരു ഒരു ഒരു വർഷവും ഒരു 7 മാസവും ഇവിടെ പിടിച്ചു നിന്നു. അപ്പോഴത്തേക്കും എൻ്റെ സുഹൃത്തുക്കള് എൻ്റെ കൂടെ താമസിച്ച എന്നെക്കാളും പ്രായം കുറഞ്ഞ അവര് എല്ലാം കൂടെ കൂട്ടായി ഒരു തീരുമാനം എന്നോട് പറഞ്ഞു. ഒന്നെങ്കിൽ ചേട്ടൻ ഇവിടുന്ന് പോണം, അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്ന് അവരെന്നോട് വളരെ ദയനീയമായിട്ട് പറഞ്ഞു.
അപ്പൊ ആ വാശിക്ക് ഞാനൊന്നും നോക്കിയില്ല. ഞാന് ടിക്കറ്റ് എടുത്തു. സത്യം പറഞ്ഞാൽ അന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ജോലിക്ക് ശ്രമിച്ചാൽ സുഖമായിട്ട് കിട്ടുന്ന ഒരു സാഹചര്യമായിരുന്നു. ഏതായാലും അന്ന് ഞാന് അവിടുന്ന് ആ വാശിക്ക് തന്നെ ടിക്കറ്റ് എടുത്തു. ഏഹ് അപ്പം അത് കഴിഞ്ഞപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് അവരാ പോവാൻ നേരത്ത് പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. "ചേട്ടാ ചേട്ടൻ നാട്ടിൽ ചെന്നാൽ ഞങ്ങൾ എല്ലാ ദിവസവും പത്രം നോക്കും. കാരണം അത്രമാത്രം കുടി ശരിക്കും പറഞ്ഞാൽ എല്ലാ ദിവസവും ആ സമയത്ത് ഡ്യൂട്ടിക്ക് പോലും പോകാണ്ട് കുടിക്കുന്ന ഒരു സാഹചര്യം. 3ഉം 4ഉം 5ഉം ദിവസമൊന്നും ഭക്ഷണം പോലും കഴിക്കാണ്ട് കുടിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം. അപ്പൊ അങ്ങനെ ആ സാഹചര്യത്തിലാണ് ശരിക്കും അവർ ഇറങ്ങാൻ പറഞ്ഞത്. ഏതായാലും അവിടുന്ന് കാരണം ഞാൻ മരിച്ചു പോവുമെന്ന് എന്റെ ഭാര്യയുടെ നമ്പർ അവരെന്റെ ഫോണിൽ നിന്ന് എടുത്തിട്ട് അവരെ വിളിച്ച് ഭാര്യ ജോലി ചെയ്യുമായിരുന്നു. ഭാര്യേനെ വിളിച്ചിട്ട് പറഞ്ഞു. ഇങ്ങനെ ഇങ്ങനെയാണ് പുള്ളിയുടെ കാര്യം. അതുകൊണ്ട് ഞങ്ങള് പുള്ളിയോട് ഇറങ്ങാൻ പറഞ്ഞേക്കുവാണ്. ചേച്ചിക്ക് ഞങ്ങളോടൊന്നും തോന്നരുതെന്നൊക്കെ പറഞ്ഞ് അവര് പറഞ്ഞ കാര്യം. ഇതൊക്കെ ഞാൻ അറിയുന്നില്ല. ഇതൊക്കെ അങ്ങനെ പറഞ്ഞ് ഏതായാലും ഞാൻ അവിടുന്ന് ആ വാശിക്ക് ടിക്കറ്റ് എടുത്ത് നാട്ടിൽ പോരുകയാണ്. അപ്പൊ പോന്നപ്പോഴാണ് ഇവര് പറഞ്ഞത്, "ഞങ്ങളെന്നും പത്രം നോക്കും. പ്രത്യേകിച്ച് ചരമക്കോളം. ആ ചരമക്കോളത്തില് വലിയ താമസിക്കാണ്ട് ചേട്ടന്റെ ഫോട്ടോ കാണുമെന്ന് ഞങ്ങക്ക് നല്ല ഉറപ്പുണ്ടെന്ന്" പറഞ്ഞ് അവരെന്നെ യാത്ര അയച്ച ആ കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഏതായാലും ഞാൻ നാട്ടിൽ വന്നു. അവരോടുള്ള വാശി ഭാര്യ ഇത് വിളിച്ചു പറഞ്ഞപ്പോൾ ഭാര്യ എന്നോട് ദേഷ്യപ്പെട്ടു അല്ലെങ്കില് കരഞ്ഞു പറഞ്ഞു. അപ്പൊ ഞാൻ അവളോടുള്ള ദേഷ്യം, എല്ലാരോടുള്ള വാശി ഞാൻ വീണ്ടും വന്ന് നാട്ടിൽ വന്ന് വീണ്ടും കൂടി തുടങ്ങി. ആ ആദ്യം സൗദിയിൽ നിന്ന് വന്നപ്പോൾ ഉള്ള ആ രാജകീയമായ കുടിയായിരുന്നില്ല പിന്നീടുള്ള കുടി. കാരണം സാമ്പത്തികമായ ഞാനിപ്പോ ആ യുകെക്ക് അന്ന് പോയപ്പോൾ എനിക്ക് ഒരു കുറച്ച് രൂപ കുറെയധികം പൈസ ചെലവ് ഭാര്യയുടെ കയ്യിൽ നിന്നും അതുപോലെ വീട്ടിൽ നിന്നൊക്കെ ഉണ്ടായി. അതിനുശേഷം എന്റെ കയ്യിൽ സാമ്പത്തികം ഇല്ലാണ്ടായി. കാരണം ഉണ്ടായിരുന്ന ജോലിയൊക്കെ അവിടെ ഇവിടെ യുകെയിൽ വന്നപ്പോൾ കിട്ടിയ ശമ്പളമൊന്നും ഒരു രൂപ പോലും ഞാൻ ശരിക്കും പറഞ്ഞാൽ സേവ് ചെയ്തില്ല. എല്ലാം കുടിച്ചു തീർക്കുവാ ചെയ്തേ. അതുകൊണ്ട് നാട്ടിൽ ചെന്നപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഫ്ലൈറ്റ് ടിക്കറ്റ് അന്ന് വാശിക്ക് ബുക്ക് ചെയ്തുകൊണ്ട് ആ ടിക്കറ്റിനുള്ള പൈസ മാത്രമേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ കയ്യില് 10,000 2,000 കൂടുതൽ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഏതായാലും ഞാൻ എൻ്റെ കുടി അവസാനിപ്പിക്കാനൊന്നും തയ്യാറായില്ല. ഞാൻ വീണ്ടും കുടിച്ചുകൊണ്ടിരുന്നു. പക്ഷെ പിന്നീടുള്ള കുടി വളരെ ദയനീയമായിരുന്നു. പിന്നീടാണ് ശരിക്കും കുടി നിർത്താനുള്ള നിർബന്ധം പ്രഷർ അത്രമേൽ വന്നത്. കാരണം അത്രമാത്രം ശരിക്കും കുടി എൻ്റെ വീട്ടുകാർക്കും അതോടൊപ്പം തന്നെ എൻ്റെ ഭാര്യയ്ക്കൊക്കെ അരോചകമായിരുന്നു. ഞാന് ശരിക്കും പറഞ്ഞാല് ഞാൻ പലപ്പോഴും പല സ്ഥലങ്ങളിലും ഷെയർ ചെയ്തിട്ടുണ്ട്. വൈഫൊക്കെ അവധിക്ക് വന്നിട്ട് തിരിച്ചു പോകുമ്പോ ഞാൻ പലപ്പോഴും എയർപോർട്ടിലൊക്കെ ഈ ഭാര്യയെയും ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് കരയുന്ന രംഗങ്ങൾ ഞാൻ ഒരുപാട് എയർപോർട്ടുകളിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഭാര്യ അവധിക്ക് വരുമ്പോഴും കരയും, പോകുമ്പോഴും കരയുന്ന ഒരു രീതിയായിരുന്നു. കാരണം ഞാൻ അവളെ എനിക്ക് ജോലിയില്ല. ഞാൻ ഞാൻ ഈ യുകെന്ന് തിരിച്ചു വന്നപ്പോ എനിക്ക് പിന്നെ വേറെ ജോലിക്കൊന്നും ശ്രമിച്ചില്ല. കുടി മാത്രം. അപ്പൊ പലപ്പോഴും ഭാര്യ പറയും, വരുമ്പോ ഞാൻ പറയും, "ഇപ്രാവശ്യം ഞാൻ കുടിക്കില്ല. ഇനി ഞാൻ കുടിയില്ല" എന്നൊക്കെ പറയും. ഭാര്യ വരുമ്പോൾ ഞാൻ 4 കാലേലാണ് എയർപോർട്ടിൽ ചെല്ലുന്നത്. അപ്പൊ അവരുടെ വീട്ടുകാരൊക്കെ എയർപോർട്ടിൽ കാണും. അല്ലെ അവരൊക്കെ അവരെ അവരുടെ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഇതാണത്. അവരുടെ ഒരു ജീവിതം അവരുടെ ഭാര്യയുടെ വീട്ടുകാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സഹകരണവും അവരുടെ സഹോദരങ്ങളൊക്കെ ആണെങ്കിലും ഭയങ്കര സ്നേഹവും സഹകരണവും ഒക്കെ ആയിട്ട് അപ്പൊ ആ ഭാര്യയൊക്കെ വരുമ്പോ എല്ലാരും അവരുടെ ചേച്ചിമാരും ആങ്ങളെ എല്ലാരും എയർപോർട്ടിലൊക്കെ വരും. പുള്ളിക്കാരത്തിനെ കാണാനും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരും. ഞാൻ കിട്ടിയവനാണല്ലോ പോകാണ്ടിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനും പോവും. പക്ഷെ ഞാൻ പോകുന്നത് 4 കാലിലായിരിക്കും. അപ്പൊ അവരുടെ മുമ്പിലൊക്കെ ശരിക്കും ഒരു കോമാളിയായിട്ട് ചെല്ലുന്ന ഒരവസ്ഥ. എന്നെ കാണുമ്പോ തന്നെ ഭാര്യ കരയും. അപ്പൊ പിന്നെ എന്നിട്ട് പലപ്പോഴും എയർപോർട്ടിൽ പോയിട്ട് ഞാൻ തന്നെ പോണ വണ്ടിയിൽ തന്നെ ഞാൻ തന്നെ തിരിച്ചു വരും. ഭാര്യ അവരുടെ വണ്ടിയിലൊക്കെ പോയ ഒരവസ്ഥകളൊക്കെ ഒരുപാടുണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ. അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഏതായാലും ആഹ് ആഹ് മദ്യപാനം നിർത്തിക്കുന്നതിനെക്കുറിച്ച് നിർത്തുക എന്നുള്ളതല്ല, നിർത്തിക്കുന്നതിനെക്കുറിച്ച് വീട്ടുകാരും ഭാര്യയൊക്കെ ആയിട്ട് ഒരുപാട് കഠിനമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നു. അതിന്റെ ഭാഗമായിട്ട് ഒരു ക്രിസ്ത്യാനിയായി ജനിച്ചുകൊണ്ട് ധ്യാനങ്ങൾക്ക് പോവുക എന്ന് മാത്രമാണ് എനിക്ക് എൻ്റെ വീട്ടുകാർക്കും ഒക്കെ അറിയാവുന്ന ഒരു മാർഗം. അത് പരീക്ഷിച്ചു. ഒരു വർഷം ഒരു 10, 15 ധ്യാനം വരെ ഞാൻ കൂടിയിട്ടുണ്ട് കുടി നിർത്താനായിട്ട്. പക്ഷെ ഒരിക്കലും ഈ ധ്യാനങ്ങൾക്കൊന്നും എനിക്കൊരു ഒരു പ്രൊലോങ്ഡ് സോബറിറ്റി തരാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ഞാനൊരു
ഒരു 10 ദിവസം കുടിക്കും, അല്ലെങ്കിൽ 20 ദിവസം കുടിക്കാണ്ടിരിക്കും. അതിനുശേഷം വീണ്ടും കുടിക്കുന്ന ഒരവസ്ഥ. എന്റെ മാക്സിമം എന്റെ കുടി തുടങ്ങിയ പിന്നെ ഞാന് കുടിക്കാണ്ടിരുന്നത് 28 ദിവസാണ്. എന്റെ ആദ്യത്തെ ധ്യാനം, ആ ധ്യാനത്തിന്റെ 28 ദിവസത്തെ മൈലേജ് എനിക്ക് കിട്ടി. ആ 28 ദിവസത്തിന് ശേഷം ഞാൻ ദയനീയമായി കുടിച്ചു. പിന്നീട് ഞാൻ ഉള്ള ധ്യാനങ്ങളിലെല്ലാം എനിക്ക് ശരിക്കും പറഞ്ഞാല് 10 ദിവസം, 5 ദിവസം അങ്ങനെയൊക്കെ കിട്ടിയിരുന്നുള്ളൂ. എന്നെ സംബന്ധിച്ച് കുടി നിർത്താൻ, അല്ലെങ്കിൽ കുടി നിർത്താനുള്ള തീരുമാനം എടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാന് ശരിക്കും എല്ലാ ന്യൂ ഇയറിനും കുടി നിർത്തുന്ന വ്യക്തിയായിരുന്നു. പക്ഷെ അത് ആ തീരുമാനം ഒരിക്കലും നിലനിർത്താൻ സാധിച്ചിരുന്നില്ല. ഞാൻ പലപ്പോഴും പിറ്റേ ദിവസമോ എങ്ങനെയെങ്കിലും പിറ്റേ ദിവസമോ അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ മദ്യം കഴിക്കുന്ന ഒരവസ്ഥ എന്റെ ജീവിതത്തിലുണ്ടായിരുന്നു. പിന്നീട് ശരിക്കും പറഞ്ഞാല് വളരെ നരകമായ ജീവിതമായിരുന്നു. നരകമായ ജീവിതം എന്ന് പറഞ്ഞാല് എല്ലാവരാലും ഒരു ഉപേക്ഷിക്കപ്പെട്ട ഒരവസ്ഥ. കാരണം നല്ലൊരു ജോലി കളഞ്ഞിട്ട് പോന്നു. രക്ഷപ്പെടാൻ വേണ്ടി എങ്ങനെയെങ്കിലും ക്ലച്ച് പിടിക്കട്ടെ എന്ന് കരുതി വീട്ടുകാര് പൈസ മുടക്കി യുകെക്ക് വിട്ടു. അവിടുന്ന് തിരിച്ചു പോന്നു. നാട്ടില് ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരവസ്ഥ. ശരിക്കും വെളുപ്പിനെ കഴിക്കുന്ന ഒരു രീതി ഒക്കെ ജീവിതത്തിൽ വന്നു. വെളുപ്പിനെ 6 മണിക്ക് പാറിപ്പോകുന്ന ഒരവസ്ഥയൊക്കെ ജീവിതത്തിലോട്ട് വന്നു. വളരെ മോശമായ ഒരവസ്ഥകള്. കാരണം വീട്ടിലെ ആരും തന്നെ, എന്റെ അനിയനൊക്കെ വന്നു കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞാല് 1 വർഷം കൂടി വലുതാണേലും ഒരനിയനുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഒരുപാട് ഒരുപാട് സത്യം പറഞ്ഞാല് ഏഹ് ഇപ്പൊ സൗദിയിലായിരിക്കുമ്പോഴും അല്ലെങ്കിലൊക്കെ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ പുള്ളി, ഞാൻ അവധിക്കൊക്കെ വരുമ്പം നമുക്ക് സഹോദരങ്ങൾക്കൊക്കെ എന്തെങ്കിലും മേടിച്ചോണ്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ പുള്ളിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അന്നൊക്കെ. വലിയ കാര്യങ്ങളൊന്നും അല്ല, സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ. വലിയ കിഡ്നിയൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും സാധാരണ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ എന്റെ കുടി പ് പ് ഞാനും അനിയനൊക്കെ ആയിട്ടുള്ള ബന്ധം വരെ ഏകദേശം ഞങ്ങൾ മിണ്ടില്ലാത്ത ഒരു രീതിയൊക്കെ ആയി. പലപ്പോഴും കയ്യാങ്കളികളായിട്ടുണ്ട്, അടിപിടി ഉണ്ടായിട്ടുണ്ട്. വീട്ടിൽ തന്നെ അടിപിടി ഉണ്ടായിട്ടുണ്ട്. ഈ ഞാൻ പറഞ്ഞ ആദ്യം ഒരു ബോട്ടില് ഇവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് മേടിച്ചോണ്ട് വരുമ്പോ വളരെ സ്നേഹത്തോടെ പ്രോത്സാഹിപ്പിച്ചിരുന്ന എന്റെ എന്റെ അപ്പനൊക്കെ ശരിക്കും പറഞ്ഞാല് ഞാനൊക്കെ ഒരു കുപ്പി മേടിച്ചോണ്ട് വന്നാൽ പോലും കുടിക്കില്ലാത്ത ഒരു സാഹചര്യത്തിലോട്ട് വന്നു. കാരണം അത്രമാത്രം എന്നെയൊക്കെ അവര് വെറുത്തു തുടങ്ങിയിരുന്നു. കാരണം ഞാനൊരു 6 മണിക്കൊക്കെ വീട്ടീന്ന് ചിലപ്പോ രാവിലെ ഇറങ്ങിപ്പോയാൽ ഞാൻ ചിലപ്പോ കേറി വരുന്നത് രാത്രി 12 മണിക്കായിരിക്കും. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒരു ഉത്തരവാദിത്വം ഇല്ല. ഈ പറഞ്ഞ പോലെ ഭാര്യ അവിടെയാണ്. ആഹ് വീട്ടില് പിന്നെ വേറെ അപ്പനും അമ്മയും അവരുടെ കാര്യം നോക്കിക്കോളും. അമ്മയ്ക്ക് പെൻഷനുണ്ട്. അപ്പന് ഇച്ചിരി വേറെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വരുമാനമുണ്ട്. അതുകൊണ്ട് വേറെ കാര്യങ്ങളൊന്നും നോക്കാനില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ കുത്തഴിച്ചുള്ള ഒരു ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സാഹചര്യം. ഞാന് ഇപ്പോഴും ഞാൻ അപ്പൊ ഓർക്കുന്നുണ്ട്. ഞാൻ ആ സൗദിയില് വെച്ച് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ബാറിലെ ഒരു സംഭവം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ആ ബാറിലെ ഒരു ബാർമാൻ, അന്ന് ഞാൻ ആ സൗദിയിൽ നിന്ന് വന്നപ്പോ ഞാൻ അദ്ദേഹത്തിനൊക്കെ അന്ന് 2 ചേട്ടൻ കഴിച്ചോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൊട്ടനായിട്ട് മദ്യപിച്ചുകൊണ്ടിരുന്ന സാഹചര്യം. ആ സാഹചര്യത്തിൽ നിന്നും അദ്ദേഹവും ഗൾഫിൽ പോയിരുന്നു. അപ്പൊ ഞാനിങ്ങനെ ഒരു ദിവസം ഈ ബാറില് അപ്പോഴത്തെ ഞാൻ പറഞ്ഞു, പിന്നെ ഞാൻ ഇംഗ്ലണ്ടിൽ നിന്ന് ചെന്ന് കഴിഞ്ഞപ്പോൾ എന്റെ കുടിയുടെ രീതി മാറി. ഞാൻ ഏറ്റവും ഒരു ലോ ലെവൽ കുടിയനായി മാറി. അപ്പൊ ഞാൻ അവിടെ ചെന്ന് ശരിക്കും പറഞ്ഞാൽ അന്നൊക്കെ ആദ്യമൊക്കെ പോകുമ്പോ ഞാൻ കയ്യില് ഒരു ചെയിൻ, 2 മോതിരം അങ്ങനെയൊക്കെ ഇട്ടോണ്ടായിരുന്നു അന്നൊക്കെ ആദ്യകാലങ്ങളിൽ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ എന്റെ അവസാനത്തെ കുടിയുടെ സമയത്ത് പോയപ്പോ ചെയിനും മോതിരവും ഒന്നും എന്റെ കയ്യിലില്ലായിരുന്നു. ഞാനൊരു കൈലിമുണ്ടൊക്കെ ഉടുത്ത് ബാറിൽ പോയി ഇന്ന് കുടിക്കുന്ന സാഹചര്യത്തില് ഈ വ്യക്തി, ഈ അന്ന് ആ ബാറിലുണ്ടായിരുന്ന വ്യക്തി ഗൾഫിലെവിടെയോ പോയിട്ട് പുള്ളിയുടെ പഴയ സഹപ്രവർത്തകരെ കാണാൻ പുള്ളി അവധിക്കന്ന് വന്നൊരു സാഹചര്യം. അപ്പൊ ഞാനിങ്ങനെ കുടിക്കണുണ്ട്. പുള്ളി ഇങ്ങനെ ഇദ്ദേഹം അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹം എന്റെ നേരെ നോക്കിയിട്ട് പുള്ളിക്ക് എന്നെ എവിടെയോ വെച്ച് പരിചയം പോലെ പുള്ളി എന്നോട് ചോദിച്ചു, സുഹൃത്തിനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനും പുള്ളിയെ എവിടെയോ കണ്ടിട്ടുണ്ട്. അപ്പൊ പുള്ളി പിന്നീട് ഓർമ്മ പുതുക്കിയപ്പോ പുള്ളി പറഞ്ഞു, ഞാൻ പണ്ട് ഇവിടെ ജോലി ചെയ്തതാണ്. നിങ്ങളാണോ പണ്ട് ഗൾഫിൽ നിന്നൊക്കെ വന്നതാന്ന് പറഞ്ഞേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അന്നേരം ശരിക്കും അദ്ദേഹത്തിന് എന്നെ മനസ്സിലായില്ല. കാരണം എന്റെ ഷേപ്പ് വരെ മാറിപ്പോയ ഒരു സാഹചര്യമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എന്താണ് സുഹൃത്തേ ഇങ്ങനെയൊക്കെ? അന്ന് നിങ്ങൾ വന്നുകൊണ്ടിരുന്നത് എത്ര 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 അടിപൊളിയായിട്ടായിരുന്നു സുഹൃത്തുക്കളായിട്ട്. ഇന്ന് നിങ്ങൾ ഈ സാഹചര്യത്തിൽ കണ്ടതിൽ, ഒരു ബാർമാൻ ഈ സാഹചര്യത്തിൽ കണ്ടതിൽ എനിക്ക് വളരെ ദുഃഖമുണ്ടെന്ന് അദ്ദേഹം ആ ബാറിൽ വെച്ച് പറഞ്ഞ കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. കാരണം അത്രമാത്രം എന്റെ ഷേപ്പ് വരെ മാറിപ്പോയി കുടി കാരണം. കാരണം ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ. എപ്പോഴും മദ്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരവസ്ഥ. ശരിക്കും മദ്യമില്ലാണ്ട് ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ള
സാധിക്കാത്തൊരവസ്ഥയായിരുന്നു ശരിക്കും. ഞാന് ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്റെ എന്റെ പേരൻറ്സ് ഒക്കെ മരിച്ചു കഴിഞ്ഞാൽ അന്ന് ആ ശവമടക്കിന്റെ സമയത്ത് ഞാൻ എങ്ങനെ കുടിക്കും? അതിനെക്കുറിച്ചായിരുന്നു ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. കാരണം അത്രമാത്രം കുടിക്കാണ്ടിരിക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല. എന്റെ സുഹൃത്തുക്കള് ഓരോരുത്തരും എന്നെ ശരിക്കും പറഞ്ഞാല് എന്നെ തോളത്തെടുത്തുകൊണ്ട് നടന്ന സുഹൃത്തുക്കള്. രാവിലെയൊക്കെ വിളിച്ചെണീപ്പിക്കാൻ എന്റെ ഭാര്യ എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ സുഹൃത്തായാ മതിയായിരുന്നു. കാരണം നിങ്ങളെപ്പോഴും മിണ്ടണം ആണല്ലോ. എന്നോട് മിണ്ടുന്നതിനേക്കാൾ കൂടുതൽ എന്ന് ഭാര്യ എന്നോട് ചോദിച്ചിട്ടുണ്ട്. കാരണം എന്റെ ഭാര്യ അവധിക്കൊക്കെ 40 ദിവസം അവധിക്ക് വരുമ്പം ഭാര്യ എന്നോട് അവസാനമൊക്കെ ഭാര്യ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത്രേ ഉള്ളൂ. 40 ദിവസം ഞാൻ അവധിക്ക് വരുമ്പോഴെങ്കിലും നിങ്ങളൊന്ന് കുടിക്കാണ്ടിരിക്കാമോ? ആ 40 ദിവസമെങ്കിലും നിങ്ങൾ എന്റെ അടുത്തൊന്ന് ഇരിക്കാമോ എന്ന് എന്നോട് പലപ്പോഴും ഭാര്യ ചോദിച്ചിരുന്നത്. പക്ഷെ അതുപോലും എനിക്ക് സാധിച്ചിരുന്നില്ല എന്നുള്ളത്. ഞാൻ ആ 40 ദിവസവും ഞാൻ കുടിച്ചിട്ടായിരിക്കും. പിന്നെയുള്ള ദാമ്പത്യ ജീവിതമൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ ഈ കുടിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ബാക്കി. ബെഡ്റൂമിലൊക്കെ ഈ കുടിച്ചിട്ടുള്ള അഭ്യാസങ്ങളാണ്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ബലാത്സംഗങ്ങളൊക്കെ ആയിരുന്നു ശരിക്കും ബെഡ്റൂമിലൊക്കെ സംഭവിച്ചുകൊണ്ടിരുന്നത്. കുടി കഴിഞ്ഞുള്ള കലാപരിപാടികളൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരുപാട് പുള്ളിക്കാരത്തി ആ സമയത്ത് സഹിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ഈ രാവിലെ ഉള്ള ഈ കുടി കഴിഞ്ഞ് രാത്രി വീട്ടിൽ കയറി വരുന്ന ഒരു സാഹചര്യം. അപ്പോള് എന്റെ അമ്മയുടെ ഞാൻ വീട്ടിൽ വന്ന് കുടിച്ചു കഴിഞ്ഞാൽ വലിയ അലമ്പൊന്നും ഉണ്ടാക്കില്ല. പക്ഷെ വീട്ടിൽ വന്ന് കഴിയുമ്പോഴത്തേക്ക് എന്റെ ഈ കുടിച്ചിട്ടുള്ള രാവിലെ പോയിട്ട് 12 മണിക്കുള്ള വരവ് വീട്ടുകാർ അവരെ ഭയങ്കര വ്യതയിലാക്കിയായിരുന്നു. അവര് ഭയങ്കര ടെൻഷനിലും പ്രശ്നത്തിലുമായിരുന്നു. അവര് പലപ്പോഴും അമ്മയൊക്കെ പലപ്പോഴും ആഹ് ഏഹ് എതിരെ പ്രതികരിച്ചിരുന്നു. വളരെ മോശമായിട്ട് പ്രതികരിച്ചിരുന്നു. അപ്പൊ ഞാൻ ഈ കുടിച്ചിട്ട് വരുമ്പോഴത്തേക്കും രാത്രി ഒരു ബോധവുമില്ലാണ്ട് കിടക്കുമ്പോഴൊക്കെ അമ്മയൊക്കെ വന്ന് എന്റെ കട്ടിലിന്റെ ചോട്ടിലിരുന്ന് കരയണത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പുള്ളിക്കാരത്തി ഭയങ്കര ഒച്ചയിൽ നിലവിളിക്കും ഇങ്ങനെ. അപ്പൊ അന്ന് ഞാൻ പുള്ളിക്കാരത്തിയോട് പറയും, "തള്ളേ നിങ്ങൾ അപ്പുറത്ത് പോയി മോങ്ങ്" എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവരെയൊക്കെ തെറിയൊക്കെ പറഞ്ഞ് അമ്മ അവൻ അപ്പുറത്തെ റൂമിൽ പോയിരുന്ന് കരയുന്ന അവസ്ഥയൊക്കെ ഞാൻ പലപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു അവസ്ഥയെ കാണുമ്പോൾ വെളുപ്പിന് 3 മണിയാവുമ്പോ പരവേശത്തോടെ വെള്ളം കുടിക്കാനായിട്ടുള്ള ഭയങ്കര പരവേശത്തോട് കൂടിയിട്ട് എണീറ്റ് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിലൊക്കെ പോയി ഒരു കുപ്പി വെള്ളമൊക്കെ എടുത്ത് കുടിച്ച് പരവേശത്തോടെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കും, "ഇനി കുടിക്കണില്ല, ശരിയാവില്ല അത്" എന്ന് ചിന്തിക്കും. അങ്ങനെ തീരുമാനം എടുക്കും. പക്ഷെ ആ തീരുമാനത്തിന് വെളുപ്പിന് 6 മണി വരെയുള്ള ആയുസ്സേ ഉണ്ടാവുമായിരുന്നുള്ളൂ. അന്നും ഞാൻ കുടിക്കും. അന്ന് ഞാൻ ചിന്തിക്കും, "ഇന്നും കൂടെ കുടിച്ചിട്ട് നിർത്താമെന്ന്" ചിന്തിക്കും. അന്നും ഞാൻ കുടിക്കാൻ പോകും. പക്ഷെ പിന്നീടും അത് കഴിഞ്ഞുള്ള പ്രശ്നങ്ങളിലോട്ട് പോകുന്ന ഒരു സാഹചര്യം. ഭാര്യയുടെ വീട്ടിൽ വെച്ചിട്ട് പോയ ആഭരണങ്ങളെല്ലാം ഞാൻ പണയം വെച്ചു. എന്റെ കയ്യിലുള്ള ആഭരണങ്ങളെല്ലാം ഞാൻ പണയം വെച്ചു. വീട്ടീന്ന് അത്യാവശ്യം കാണാണ്ടുള്ള മോഷണം. അനിയൻ വരുമ്പോ അവന്റെ പേഴ്സീന്ന് മോഷ്ടിക്കുക. അനിയത്തി വരുമ്പോ അവളുടെ പേഴ്സീന്ന് മോഷ്ടിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങള്. അനിയന്റെ കൊച്ചിന്റെ ഒരു മാല വീട്ടിൽ വെച്ചാർന്നു. അതുവരെ ഞാൻ പണയം വെച്ചു. വീട്ടുകാരറിയാണ്ട്. അവരുടെ മാമോദീസയ്ക്ക് ആരോ ഗിഫ്റ്റ് കൊടുക്കുകയോ എന്തോ ചെയ്തതാണ്. ആ സാധനം അവരുടെ പെട്ടിക്കകത്തിരുന്ന അതുവരെ എടുത്ത് ഞാൻ പണയം വെച്ച് കുടിച്ചു. ഇങ്ങനെയുള്ള ഒരുപാട് നാണക്കേടുകളില് കുടി എനിക്ക് നാണക്കേടുകൾ മാത്രമാണ് കുടി എനിക്ക് സമ്മാനിച്ചത്. ഏതായാലും എന്നെക്കൊണ്ട് എന്റെ നാട്ടിലൊക്കെ ശരിക്കും പറഞ്ഞാല് എന്റെന്ന് കൂടാൻ പോലും എന്റെ നാട്ടിലുള്ളവരെയൊന്നും അവരുടെ എന്റെ പ്രായത്തിലുള്ള ആൾക്കാർ, എന്റെ സ്വന്തക്കാരെയും എന്നോടൊന്ന് കൂടാനൊന്നും അവരെ പലരെയും അനുവദിച്ചിരുന്നില്ല. കാരണം അവന്റെയൊക്കെ കൂടെ കൂടിയാ പിഴച്ചു പോകുന്നുള്ള ഒരു ഒരു അങ്ങനെയൊക്കെയായിരുന്നു നാട്ടിലൊക്കെ പ്രചരിച്ചുകൊണ്ടിരുന്നത്. അത്രമാത്രം മോശമായിരുന്നു എന്റെ കാര്യങ്ങള്. കുടി നിർത്താനായിട്ടുള്ള ശ്രമങ്ങൾ നോക്കി. മരുന്നുകൾ മേടിച്ച് കഴിച്ചു നോക്കി. കൗൺസിലിങ്ങിന് പോയി നോക്കി. ഈ എന്റെ വീട്ടുകാരെ കൊണ്ട് സാധിക്കുന്ന പ്രത്യേകിച്ചും എന്റെ അമ്മേനെ കൊണ്ടൊക്കെ അവർക്ക് സാധിക്കുന്ന രീതിയിലൊക്കെ അവരെന്നെ കുടി നിർത്താനായിട്ട് എന്നെ പല സ്ഥലത്തും കൊണ്ടുപോയിട്ടുണ്ട്. പല പള്ളികളിൽ പോയിട്ടുണ്ട്. പല കൗൺസിലേഴ്സിന്റെ അടുത്ത് പോയിട്ടുണ്ട്. പല ആശുപത്രിയിൽ പോയി മരുന്ന് മേടിച്ചിട്ടുണ്ട്. ഹോമിയോ മരുന്ന്, പച്ചമരുന്ന്, കണ്ണെഴുതാൻ പോയിട്ടുണ്ട്. അങ്ങനെയുള്ള എല്ലാ പരിപാടികളും ചെയ്തു. വീണ്ടും വീണ്ടും ഞാൻ കുടിച്ചു. ഞാൻ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. ഏതായാലും ആ ഒരു സാഹചര്യത്തിലാണ് ശരിക്കും ആരോ പറഞ്ഞ ഒരു 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 ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മെമ്പർ അദ്ദേഹം ചെയ്ത 12ാം പടിയുടെ ഭാഗമായി അദ്ദേഹം എന്റെ വീട്ടിൽ വരികയും അദ്ദേഹം എന്നോട് ആദ്യമായിട്ട് സംസാരിക്കാൻ തയ്യാറാകുകയും ചെയ്തു. ഏതായാലും ഞാനും മടുത്തിരുന്നു. കാരണം ഈ എപ്പോഴും സംഭവിക്കുന്ന ഈ ആക്സിഡന്റ്, ഈ സ്ലിപ്പ് തന്നെയായിരുന്നു എന്റെ പ്രശ്നം. എനിക്ക് ആരാലും അംഗീകരിക്കാത്തൊരവസ്ഥ.
ഒരാള് പോലും ഞാൻ പറഞ്ഞാൽ കേൾക്കാനില്ലാത്ത ഒരവസ്ഥ. എനിക്ക് കുടിക്കാണ്ടിരിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ സാധിക്കാത്ത അവസ്ഥ. വീട്ടിലാരും മിണ്ടുന്നില്ലാത്ത ഒരവസ്ഥ. ഭാര്യ മിണ്ടാത്ത ഒരവസ്ഥ. ഭാര്യ പറഞ്ഞു, "നമുക്ക് പിരിഞ്ഞേക്കാം. ഇനിയിപ്പോ ഇതിന്റകത്ത് മുന്നോട്ട് പോക്കില്ല. കാരണം ഒരുപാട് അവസരങ്ങള്, സാഹചര്യങ്ങള് തന്നു. എന്തിന് അത് അവളുടെ ജീവിതം തകരണം" എന്നൊക്കെ അവള് പറഞ്ഞുകൊണ്ട്, ആ ഒരു സാഹചര്യത്തിലൊക്കെ ആണ് ശരിക്കും ഈ 12ാം പടിയുടെ ഭാഗമായി ഒരു സീനിയർ മെമ്പർ എന്നോട് വന്ന് സംസാരിച്ചത്. അദ്ദേഹം ശരിക്കും പറഞ്ഞാല് എന്നോട് സംസാരിച്ച ഭാഷ എനിക്കിഷ്ടപ്പെട്ടു. കാരണം അദ്ദേഹം എന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എന്റെ അമ്മ ആഹ്, കരഞ്ഞുകൊണ്ടും ശരിക്കും പറഞ്ഞാൽ വളരെ ഹൃദയഭേദകമായി അദ്ദേഹം തോന്നി. ഇവനെക്കൊണ്ട് ഒരു രക്ഷയില്ല ചേട്ടാന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരത്തി ആ ആ ആ അദ്ദേഹത്തിന് മുമ്പില് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച് കുറെ വിഷമങ്ങളൊക്കെ ഇങ്ങനെ പറയുക. അത്രയും അപ്പൊ പുള്ളി ഒന്നും മിണ്ടാണ്ടത് കേട്ടിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞ കുറച്ച് വാക്കുകൾ എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. അദ്ദേഹം എന്നോട് പറഞ്ഞു, "ഇതൊന്നും സാരമില്ലടാന്ന്" പറഞ്ഞു. ആദ്യമായിട്ട് എന്നോട് സാരമില്ല എന്ന് പറഞ്ഞത് പുള്ളിയാ. ബാക്കി എല്ലാരും ഇവന് 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 പ്രാന്താണ്, അല്ലെങ്കിൽ ഇവന് ആരെയും പേടിയില്ലാത്തത് കൊണ്ടാണ്, ഇവന് ഉത്തരവാദിത്വം ഇല്ലാത്തത് കൊണ്ടാണ്, എന്നൊക്കെയാണ് എല്ലാരും എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ അദ്ദേഹം പറഞ്ഞത്, "ഇതൊന്നും സാരമില്ലടാ മോനെ. ഇതൊന്നും ഒരു കുഴപ്പമില്ല. ഇതൊക്കെ ശരിയാവും" എന്ന് പറഞ്ഞു. ഏതായാലും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഞാനൊരു ചികിത്സാലയത്തിൽ പോയി. ചികിത്സാലയത്തിൽ പോയി ഈ 28 ദിവസത്തോളം ആ ചികിത്സാലയത്തിൽ നിന്നു. ശരിക്കും പറഞ്ഞാൽ ചികിത്സാലയത്തില് നിന്നതുകൊണ്ട് എനിക്ക് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന ഈ ഫെലോഷിപ്പിനെ പറ്റിയുള്ള ഒരു സൂചനയല്ല, ശരിക്കും ഈ ഫെലോഷിപ്പിന്റെ ആവശ്യകത, ഈ ഫെലോഷിപ്പിൽ പോയാലാണ് കുടി നിൽക്കുള്ളൂ, അല്ലെങ്കിൽ കുടി മാറ്റാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു ഒരു വഴികാട്ടിയായിട്ട് മാത്രമാണ് ഞാൻ ആ ചികിത്സാലയത്തെ കാണുന്നുള്ളൂ. ഏതായാലും ആ ചികിത്സാലയത്തിലെ 28 ദിവസത്തെ ഒരു നിൽപ്പ്, അവിടെ ആ 28 ദിവസം ഞാൻ കുടിച്ചില്ല എന്നുള്ളത് സത്യമാണ്. ഏതായാലും ഞാൻ ആ ചികിത്സാലയത്തിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴും ശരിക്കും പറഞ്ഞാൽ ആ ഇറങ്ങിയ 2 കിലോമീറ്റർ വന്നപ്പോഴത്തേക്ക് കണ്ട ബാറ് തന്നെ എന്നെ ആകർഷിച്ചു. ഞാൻ അപ്പൊ തന്നെ ഞാൻ തീരുമാനമെടുത്തു, ഒരു 2 പെഗ്ഗൊക്കെ കഴിച്ചിട്ട് പോയാലോ എന്ന് ചിന്തിച്ചു. പക്ഷെ എന്റെ അമ്മ എന്റെ കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് സാധിച്ചില്ല. ഏതായാലും ഞാൻ അന്ന് വീട്ടിൽ വന്നു. അപ്പോഴും എന്റെ ചിന്ത കുടിക്കണമെന്ന് തന്നെയാണ്. കാരണം ഒരുപാട് കുടിക്കണ്ട. ഒന്ന് കൺട്രോൾ ചെയ്ത് കുടിക്കാം എന്നുള്ള ആ രീതിയിലായിരുന്നു അന്ന് വീട്ടിൽ വന്നത്. പക്ഷെ വീട്ടിൽ വന്ന അന്ന് തന്നെ ശരിക്കും എനിക്ക് ഒരു സീനിയറായ മെമ്പർ എന്നെ വിളിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, "ഇന്ന് തൊടുപുഴ ഒരു മീറ്റിംഗ് ഉണ്ട്. എന്റെ പേര് ആൻഡ്രോ അല്ലേ. ഇന്നൊരു മീറ്റിങ്ങിന് വരാമോ" എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, "ചേട്ടാ ഞാൻ ഇന്ന് വന്നേ ഉള്ളൂ. ഇന്ന് ഞാൻ വരുന്നില്ല" എന്ന് പറഞ്ഞു. ഓക്കേ എന്ന് പറഞ്ഞു. ഫോൺ വെച്ചു. ഏതായാലും അപകടങ്ങളൊന്നും ഉണ്ടായില്ല. അന്ന് കുടിച്ചില്ല. കാരണം അപകടങ്ങളുണ്ടാവാൻ അന്നൊന്നും ഫോൺ കോളുകളില്ല. എന്റെ ഫോണിൽ വിളിച്ചുകൊണ്ടിരുന്ന എന്റെ അവസാന കാലഘട്ടങ്ങളില് കസ്റ്റമർ കെയർക്കാര് മാത്രമല്ലാണ്ട് എന്റെ ഫോണിൽ ആരും വിളിച്ചിരുന്നില്ല. കാരണം എല്ലാ രീതിയിലും ഒറ്റപ്പെട്ട ഒരവസ്ഥയായിരുന്നു. കസ്റ്റമർ കെയറുകാര് മാത്രം, അല്ല ഓഫർ പറയാൻ മാത്രം എന്നെ വിളിക്കുന്ന ഒരവസ്ഥ. ആ ഒരു സാഹചര്യത്തിലാണ് എനിക്ക് ആദ്യമായിട്ട് എന്റെ ഫോൺ ശബ്ദിച്ചത്. ഒരു നമ്പർ ആദ്യമായിട്ട് ശബ്ദിച്ചത് ഒരു ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഒരു മെമ്പറുടെ ആയിരുന്നു. അദ്ദേഹമാണ് പറഞ്ഞത് മീറ്റിംഗ് ഉണ്ട് വരണമെന്ന് പറഞ്ഞത്. ഏതായാലും ഞാൻ പറഞ്ഞു, "ഞാൻ നാളെ വരാമെന്ന്" പറഞ്ഞു. പിറ്റേ ദിവസം അദ്ദേഹം എന്നെ വിളിച്ചു. നമ്മുടെ കാനഡയിലുള്ള ഷിബുച്ചേട്ടൻ എന്നെ അന്ന് വിളിച്ചു. ഞങ്ങള് 2 പേര് മാറി മാറി എന്നെ വിളിച്ചു. "ഇന്ന് മീറ്റിംഗ് ഉണ്ട് വരുവോ" എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇതെന്തൊരു പ്രതിഭാസമാണല്ലോ. എന്നെ ആദ്യമായിട്ട് 2 പേര് വിളിച്ചേക്കുന്നു. ഏതായാലും ഞാൻ അന്ന് ആദ്യമായിട്ട് തൊടുപുഴ പോലീസ് സ്റ്റേഷനില് ഒരു ജനമൈത്രി ഗ്രൂപ്പ് എന്ന് പറഞ്ഞ, ഗ്രൂപ്പല്ലെങ്കിലും ഒരു ജനമൈത്രി കൂട്ടായ്മ എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ ഉണ്ട്. ആ കൂട്ടായ്മയിൽ ആദ്യമായിട്ട് ചെന്നു. ആ കൂട്ടായ്മയിലാണ് ശരിക്കും ആദ്യമായിട്ട് ഞാൻ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. ശരിക്കും വളരെ വാം വെൽക്കം ആയിരുന്നു അവര് ചെയ്തത്. 10, 18 പേരുണ്ടായിരുന്നു ആ മീറ്റിംഗില്. അവരെന്നെ വെൽക്കം ചെയ്തു. അപ്പൊ അന്ന് ഞാൻ അവര് അവര് അന്ന് ഈ കൂട്ടായ്മ ഈ ചികിത്സാലയത്തിൽ നിന്ന് ആൽക്കഹോളിക്സ് അനോണിമസിനെ കുറിച്ച് കേട്ടെങ്കിലും ഏഹ് ഇതിന്റെ മീറ്റിങ്ങുകളിലൊന്നും ഞാൻ പങ്കെടുത്തിട്ടില്ലായിരുന്നു. അവിടെ ഇങ്ങനെ പറഞ്ഞു പോയി എന്നല്ലാണ്ട് വേറെ ഏഹ് നന്നായിട്ട് വ്യക്തമായി പറഞ്ഞു. പക്ഷെ അന്ന് മനസ്സിലാക്കാനുള്ള ബോധമില്ലായിരുന്നു എന്നുള്ളതാണ് ശരി. ഏതായാലും അന്ന് ആ കൂട്ടായ്മയിലാണ് ശരിക്കും ഞാൻ മദ്യാസക്തനാണ് എങ്ങനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ ആദ്യമായിട്ട് കണ്ടത്. പക്ഷെ ഞാനൊരു മദ്യാസക്തനാണ് എന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നില്ല. കാരണം എന്റെ കാഴ്ചപ്പാടിൽ ഞാനൊരു മദ്യാസക്തനല്ല. ഞാൻ അത്രമാത്രം താണു പോയിട്ടും, അത്രമാത്രം തകർന്നിട്ടും, അത്രമാത്രം ഒറ്റപ്പെട്ടിട്ടും എന്റെ അഹങ്കാരം ഞാനൊരു മദ്യാസക്തനാണെന്ന് സമ്മതിച്ചിരുന്നില്ല. കാരണം ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്, എനിക്ക് 27, 28 വയസ്സുള്ള ഞാനെങ്ങനെ മദ്യാസക്തനാവും?
കാരണം ഞാൻ അന്ന് ആ കൂട്ടായ്മയിൽ കണ്ട ഷിബുചേട്ടനൊഴികെ ബാക്കി പലരും 50 വയസ്സിനോട് അടുത്ത് പ്രായമുള്ളവരായതുകൊണ്ട് അവരുടെയൊക്കെ പ്രായമായെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു മദ്യാസക്തനായിരിക്കാം. പക്ഷേ ഈ 28 വയസ്സുള്ള ഞാൻ എങ്ങനെ മദ്യാസക്തനാവും എന്നുള്ള ഒരു ചിന്ത എന്നെ ഭരിച്ചിരുന്നു. പക്ഷേ ഏതായാലും ഞാനത് പുറത്തൊന്നും കാണിച്ചില്ല. ഞാന് ആ മീറ്റിങ്ങിൽ പങ്കെടുത്തു. ഏതൊക്കെയോ കാര്യങ്ങള് അവര് പറഞ്ഞത് പലതും എന്റെ ജീവിതത്തില് ആയിട്ട് ലിങ്ക് ചെയ്യാൻ എനിക്ക് സാധിച്ചു. ഏതായാലും ആ മീറ്റിങ്ങിന് ശേഷം അവരെന്നോട് പറഞ്ഞു, "സുഹൃത്തേ, നാളെ ഇന്ന സ്ഥലത്ത് മീറ്റിംഗ് ഉണ്ട്. അവിടെ വരില്ലേ?" എന്ന് ചോദിച്ചു. അങ്ങനെ അവിടെയും ഞാൻ പോയി. ഏതായാലും ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിലൊന്നും ഒരു പൊട്ടനെ പോലെ ശരിക്കും ഈ പരിപാടിയില് ഞാൻ ചുമ്മാ പോയി. ഞാൻ പോവാൻ കാരണം വേറൊന്നുമല്ല. എനിക്ക് ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ എനിക്ക് ഒരു സുഹൃത്തുക്കളും ഇല്ലാത്ത ഒരവസ്ഥ. എന്നെ എല്ലാവരും ഒഴിവാക്കിയിരിക്കുന്ന അവസ്ഥ. വീട്ടിൽ ചെന്നാലും വീട്ടിലും ഞാൻ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് വന്നാലും വീട്ടിലൊന്നും എന്റെ ഫാദറൊന്നും വലിയ കാര്യമായിട്ട് എന്നോട് മിണ്ടില്ലാത്തൊരു സാഹചര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ എന്നോട് സ്നേഹമായി സംസാരിക്കുന്ന ആൾക്കാര് ശരിക്കും ആൽക്കഹോളിസം ഉള്ളവരായിരുന്നു. അതുകൊണ്ടാ ശരിക്കും ഞാൻ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചത്. കാരണം എന്നോട് ഇച്ചിരി ഫ്രീ ആയിട്ട് സംസാരിക്കുന്ന അവര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയുള്ള മീറ്റിങ്ങുകളിലാണ് ശരിക്കും എനിക്ക് ഊർജ്ജമായത്. പലരോടും പല കാര്യങ്ങൾ ചോദിച്ചു. പലരും ശരിക്കും ഒരുപാട് നന്നായിട്ട് ശരിക്കും എന്നെ ചേർത്ത് പിടിച്ചു എന്നുള്ളതാണ്. "ഇതൊന്നും സാരമില്ല. ഇതൊക്കെ പോട്ടെ. നമ്മൾ അങ്ങനെയാണ്. നമ്മൾക്ക് ഈ അവസ്ഥയുള്ളത് കൊണ്ടാണ് കുടിക്കാത്തത് എന്നുള്ള ഒരു അറിവ് എനിക്ക് കിട്ടിയത് ഇതിന്റെ അകത്തുന്നാണ്. ഒരു വൺ ഡേ അറ്റ് എ ടൈം ഒറ്റ ദിവസം 1024 മണിക്കൂർ ആദ്യത്തെ പെഗ്ഗിന്ന് മാറി നിൽക്കുക എന്നുള്ള ഒരവസ്ഥ. ഞാനൊക്കെ എപ്പോഴും പ്ലാനിട്ടുകൊണ്ടിരുന്നത് ഇനി ജീവിതത്തിൽ ഒരിക്കലും കുടിക്കില്ല എന്നായിരുന്നു. എങ്കിലും ഈ പുതിയ അറിവെന്ന് പറഞ്ഞ പോലെ വൺ ഡേ അറ്റ് എ ടൈം അവോയ്ഡ് ദ ഫസ്റ്റ് പെഗ്, കീപ് അവേ ദ ഫസ്റ്റ് പെഗ് ഫോർ 24 അവേഴ്സ്. ഇതായിരുന്നു ശരിക്കും ആ ഒരു ഇത് ആണ് ശരിക്കും എനിക്കൊരു ആകർഷണമായിട്ട് തോന്നിയത്. അങ്ങനെ ഞാന് ശരിക്കും ഈ കൂട്ടായ്മയിലൂടെ പിച്ച നടന്നു. ഏതായാലും അതെന്റെ ജീവിതത്തിലെ വളരെ ടേണിംഗ് പോയിന്റായി. എനിക്ക് ജീവിതത്തിൽ സാധിക്കാത്ത എന്റെ ജീവിതത്തില് ഞാൻ പലപ്പോഴും ശ്രമിച്ചിട്ടും സാധിക്കാത്ത പല കാര്യങ്ങളും ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നതിന് ശേഷമാണ് എനിക്ക് സാധിച്ചത്. ഏതായാലും ആ 2012 നവംബർ 16-ാം തീയതി അന്നാണ് ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തപ്പെട്ടത്. അതിനുശേഷം ഇന്നേ വരെ എനിക്ക് മദ്യം എടുക്കേണ്ട വന്നിട്ടില്ല. ജീവിതത്തില് ഒരുപാട് നഷ്ടങ്ങൾ അത് കഴിഞ്ഞ് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ അത് കഴിഞ്ഞിട്ടുണ്ടായിട്ടുണ്ട്. പക്ഷേ പല കാര്യങ്ങളും എന്റെ പഴമക്കാരായവര് എന്നെ ഗൈഡ് ചെയ്ത പല കാര്യങ്ങളിലും ശരിക്കും പറഞ്ഞാൽ എനിക്ക് പിന്നീട് എന്റെ ജീവിതത്തിൽ ഗുണമായിട്ട് തന്നെയാ വന്നേക്കണത്. ശരിക്കും ഞാൻ ഇന്നലെയും കൂടെ ഷെയർ ചെയ്തതാണ് എവിടെയോ. ഏഹ് നമ്മുടെ ശിവ് ചേട്ടനൊക്കെ അന്ന് പറഞ്ഞ കാര്യങ്ങള്. "നീ എന്ന് മീറ്റിങ്ങിന് പോകണ്ട എന്ന് നിനക്ക് തോന്നിയോ അന്ന് നീ മീറ്റിങ്ങിന് പോണംന്ന്" പറഞ്ഞ ആ കാര്യം. അന്നൊക്കെ ആദ്യമൊക്കെ ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ എന്റെ പഴമക്കാരെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാനൊരു വ്യക്തിയുടെ പേര് പറഞ്ഞതല്ല. അവരൊക്കെ എന്നെ വീട്ടിൽ വന്ന് എന്നെ മീറ്റിംഗിന് കൊണ്ടുപോകുമായിരുന്നു. അന്ന് എനിക്ക് കിട്ടിയ ആ ഫിസിക്കൽ മീറ്റിംഗിന്റെ ഗുണങ്ങൾ തന്നെ ഇന്ന് എനിക്കുള്ളൂ. എനിക്ക് നിർഭാഗ്യവശാല് എനിക്കിവിടെ ഫിസിക്കൽ മീറ്റിംഗിന് പോവാൻ സാധിക്കുന്നില്ലെങ്കിലും എനിക്ക് അന്ന് ഞാൻ കൂടിയ ഫിസിക്കൽ മീറ്റിങ്ങുകളാണ് ഇന്നും എന്നെ പിടിച്ചു നിർത്തുന്നത്. അന്ന് ആഴ്ചയിൽ 4 ദിവസം 5 ദിവസമൊക്കെ ശരിക്കും മീറ്റിങ്ങുകൾ പോകാൻ സാധിച്ചിരുന്നു. എന്നെപ്പോലെ തന്നെ എന്നെക്കാളും 2 3 വർഷമൊക്കെ പഴമക്കാരായ നമ്മുടെ പലരും അതുപോലെ നമ്മുടെ ശിവചേട്ടൻ അങ്ങനെയുള്ള കുറെ ആൾക്കാരൊക്കെ അന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അവരെയൊക്കെ എനിക്ക്